ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ഒരു 10 വർഷക്കാലം കെ എം ഷാജി എന്ന കാളത്തൊടിക മുഹമ്മദ് ഷാജി എപ്പോൾ കണ്ടാലും ഒരു ഫൈറ്റർ ഫോർമാറ്റാണ്. വാക്കിന്റെ എൻകൗണ്ടർ, വെല്ലുവിളികൾ, ആഹ്വാനങ്ങൾ, അണികൾ കോരിത്തരിക്കും, പ്രസംഗത്തിൽ തീപാറും. എപ്പോഴും ഒരു നേരിന് വാടാ പോരിന് വാടാ മസ്കുലിൻ സെറ്റപ്പാണ്. ലീഗിന്റെ യുവനിരയിൽ കണിശമായ രാഷ്ട്രീയം പറയുന്ന ഒരു കരുത്തൻ. ആ പ്രതിപക്ഷ നിരയിൽ നിന്ന് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആധികാരികം, സമഗ്രം ഒരു രാഷ്ട്രീയ നേതാവിന് എത്രത്തോളം മാറാൻ കഴിയുമെന്നതിന്റെ അക്കാദമിക് സ്പെസിമെൻ കോപ്പിയാണ് ഒറ്റ മാസത്തിൽ ശ്രദ്ധേയമായ നിലപാട് മാറ്റങ്ങളിൽ വേങ്ങരയുടെ സാമാജികൻ. ആദ്യം അത് PMCയിലാണ്. ഗാന്ധിയെയും നെഹ്റുവിനെയും ഇറക്കിവിട്ട RSSന്റെ സാഫ്രൺ സിലബസ് എവിടെ വിട്ട് കത്തിക്കും, കൊട്ടയിലെറിയും, കല്ലുകെട്ടിത്താഴ്ത്തും എന്നൊക്കെ മെഗാട്ടൺ കുതിരശക്തിയിൽ ആഞ്ഞുതള്ളിയ നേതാവ് പറഞ്ഞ നാക്ക് വായിലോട്ടിട്ടതേ ഉള്ളൂ. അധികാര ലബ്ധി, മന്ത്രിസ്ഥാനം. ഏതാനും നാളുകൾക്കുള്ളിലാണ് രാഷ്ട്രീയ നിലപാടുകൾ മലക്കം മറിഞ്ഞ് ക്ലാസിക്കൽ മറിച്ചടി. ഇന്നിപ്പോ പാവങ്ങളുടെ വീടുകൾക്ക് മുന്നിൽ അവരുടെ അഭിമാനബോധത്തിൽ ആ സൗജന്യത്തിന് നിത്യസ്മാരകമായി ചാപ്പയടിച്ചു വെക്കാൻ പറയുന്ന ഒരു ലോഗോയും പൊക്കി പിടിച്ച് മന്ത്രി അരാഷ്ട്രീയ പരിഹാസ ചോദ്യമാണ്. ഈ ലോഗോയിൽ ആരുടെയെങ്കിലും മുഖം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ആ ലോഗോയിലേക്ക് നോക്കിയാൽ വ്യക്തമായും കാണാം സംസ്ഥാനങ്ങളുടെ ഗതികേട് മുതലെടുക്കുന്ന ഒരു ഫെഡറൽ വിരുദ്ധ പണി. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പേരിൽ കിട്ടുന്ന ടാക്സ് വെട്ടിക്കുറവിന്റെ ശിക്ഷ, അങ്ങേയറ്റം കാരുണ്യമില്ലാതെ നിയമവിരുദ്ധമായി പിടിച്ചുവെക്കപ്പെടുന്ന കോടിക്കോടി ഫണ്ടുകൾ, അത് കിട്ടാൻ അടിച്ചേൽപ്പിക്കുന്ന സംസ്ഥാന വിരുദ്ധ ഉപാധികൾ, ഈ കൊട്ടിപ്പറയുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നഗരത്തിൽ ഒരു വീട് വെക്കാൻ കൊടുക്കുന്ന എത്രയാ? 1.5 ലക്ഷം രൂപ. ഗ്രാമത്തിൽ 72,000. യുപിയിലും ബീഹാറിലും പറ്റിയേക്കും. ഈ കേരളത്തിൽ 72,000 ഒരു കാക്കക്കാലിന് ഷെഡ് വെക്കാൻ പറ്റുമോ? എന്നിട്ട് എന്തോന്ന് ലോകം? എന്തിനു വേണ്ടിയാണ് സാഹിബെ കേന്ദ്രത്തിന് വേണ്ടി വെള്ളയടി? അറബിക്കടലിൽ മുസല്ലേട്ട് നിസ്കരിച്ചാലും RSSുമായി സന്ധിയില്ല എന്ന് പ്രസ്താവിച്ച CH പറഞ്ഞോ? കായികമില്ലത്ത് പറഞ്ഞോ? അധികാരത്തിലേക്ക് എത്തിയാൽ അടിസ്ഥാന രാഷ്ട്രീയം മറക്കുന്ന ഈ പൊളിറ്റിക്കൽ അംനീഷ്യ. ഏത് സർക്കാർ പദ്ധതി പ്രകാരമാണെങ്കിലും ആ കിടപ്പാടം അവകാശമാണ്. ആ അവകാശത്തിന് മണ്ടക്ക് ഏതെങ്കിലും ഔദാരിച്ചാപ്പയടിക്കാൻ അത് മോഡിയാണെങ്കിലും ഷാജിയാണെങ്കിലും ഇന്നാട്ടിൽ നടപ്പില്ല. ഈ കേരളത്തിന്റെ അടിമവിരുദ്ധ പോരാട്ടങ്ങൾ സാക്ഷ്യം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. PMAY പോലെയുള്ള കാര്യം ഇവിടെ കോഴിക്കോടിൻ്റെ കൗൺസിലർ പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല, അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിൻ്റെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. 2004-11-2023 സർക്കുലർ പദ്ധതി പ്രകാരം നിർമ്മിച്ച മുഴുവൻ വീടുകളിലും ഇതേ മാതൃകയിൽ അവസാന ഗഡു നൽകുന്നതിന് മുമ്പ് ലോഗോ, ഗുണഭോക്താവിന്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കേണ്ടതാണ്. സർക്കാർ എന്തുകൊണ്ടാണ് ഈ PMAY കരാറിൽ നിന്ന് പുറകോട്ട് പോയത് അറിയോ? സർക്കാരിന് സ്റ്റേറ്റ് വിഹിതം കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ശ്രീ ഷാഫി ചാലിയം, കെ അനിൽകുമാർ, ശ്രീ റെജി ലൂക്കോസ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ ഷാഫിയിലേക്കാണ്. ഷാഫി ചാലിയം, ആ വീടുകളിൽ ഈ PMAY ലോഗോ മസ്റ്റായും വെക്കണം എന്നത് പറയുന്നത് എന്തിനാണ് എന്ന് അങ്ങേക്കറിയാം. ഇത് ഞങ്ങൾ നൽകിയ വീട് എന്ന് ഉദ്ഘോഷിക്കാനാണ്. അതുതന്നെ അല്പത്തരമാണല്ലേ? ഇനി വാദത്തിന് അതൊന്ന് സമ്മതിച്ചാലോ, പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കൊടുക്കുന്ന വീടാണോ അത്? ഒരു വീട് വെക്കാൻ മിനിമം 8 ലക്ഷമെങ്കിലും വേണമെന്നിരിക്കെ ഗ്രാമത്തിൽ 72,000, നഗരത്തിൽ 1.5 ലക്ഷം. അതാണ് കേന്ദ്രവിഹിതം. അതും എല്ലാ വീടുകൾക്കുണ്ടോ? ഇല്ല. ആ ലോഗോയ്ക്ക് വേണ്ടി ആഞ്ഞു വാദിക്കൽ എങ്ങനെയാണ് മുസ്ലിം ലീഗ് മന്ത്രിയുടെ പണിയാവുന്നത്? ശ്രീ ഷാഫി ചാലിയം. അല്ല, ആ ലോഗോയോട് ഇവർക്ക് എതിർപ്പ് വന്നത് എപ്പോഴാണ്? ഞാൻ അഷ്മിക്ക് ഒരൊറ്റ സർക്കുലർ ഇട്ടുതരാം. കുടുംബശ്രീ, ഇവരുടെ കാലത്ത് കുടുംബശ്രീ എല്ലാ നഗരസഭാ ചെയർമാൻമാർക്കും മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾക്കും അയച്ചു കൊടുത്ത ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലർ വായിച്ചാൽ വളരെ കൃത്യമായി നിങ്ങൾക്കത് മനസ്സിലാവും. ഇതാ ആ സർക്കുലർ ഞാൻ വായിച്ചാണ് സാർ. അതുകൊണ്ട് എന്താ കാര്യം? അവിടെ എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ നോക്കുന്നേ? അതിൽ കൊല്ലം എന്താണുള്ളത്? 2023 എൻ്റെ ഓർമ്മ. അശ്വിൻ്റെ കയ്യിലുണ്ടോ ആ സർക്കുലർ? അതുണ്ട്. ഉണ്ടോ? ഉണ്ട്. ആ സർക്കുലർ കയ്യിലുണ്ട്. ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിച്ചാൽ പോരെ? അതുകൊണ്ട് കുടുംബശ്രീ ഈ പിന്നെ തദ്ദേശ സ്ഥാപന മേധാവികൾക്ക് അയച്ചു കൊടുത്ത ആ സർക്കുലറിൽ പറയുന്നുണ്ട് ഈ ലോഗോ നിർബന്ധമായും വെക്കണമെന്ന്. അങ്ങനെ എല്ലായിടത്തും വെക്കപ്പെട്ടിട്ടുണ്ട്. 1 ലക്ഷത്തിലധികം വീടുകളിൽ വെക്കപ്പെട്ടിട്ടുണ്ട്. അന്നേരം നഷ്ടപ്പെടാത്ത ആത്മാഭിമാനം ഇപ്പോൾ എങ്ങനെ കയറി വരിക? എനിക്കതാ മനസ്സിലാകാത്തത്. ഇവിടെ ഈ ലോഗോ പ്രചരണം നടത്തുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ലോഗോ, ഈ ലോഗോ വീടുകളിൽ വെക്കാം, അത് കുഴപ്പമില്ല, അങ്ങനെ ഫണ്ട് വരട്ടെ എന്നത് PM ഷാജി പറയുന്ന ഒരു ഭരണപരമായ നിലപാടാണോ? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാട് അത് തന്നെയാണോ ശ്രീ ഷാഫി ചാലി? 2022 ഹാഷ്മി, ആദ്യം ഒന്ന് കേൾക്കൂ ഞാൻ പറയുന്നത്. ഈ ലോഗോ വെക്കാവോ ഇല്ലയോ എന്നാ. ഈ ലോഗോ വെക്കണം
എന്ന് പറഞ്ഞ് കുടുംബശ്രീ തദ്ദേശ സ്ഥാപന മേധാവികൾക്ക് അയച്ച ഇവരുടെ ഭരണകാലത്ത് 2023 അയച്ച സർക്കുലറിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അത് അയച്ചു തരണമെന്ന് ചോദിച്ചപ്പം അഷ്മി പറഞ്ഞു ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരമായില്ലേ. 2023 തൊട്ട് ഏകദേശം 1 ലക്ഷത്തിലധികം ഇത്തരത്തിലുള്ള സ്കീമിലെ വീടുകളിൽ ഈ ലോഗോ പതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ടെലിവിഷൻ ഒട്ടുമിക്ക ചാനൽ നിങ്ങളത് ഞാൻ കണ്ടിട്ടില്ല, എല്ലാവരും തന്നെ അത്തരത്തിൽ ലോഗോ പതിച്ച വീടിൻ്റെ വീഡിയോ ഇവിടെ കാണിക്കുകയുണ്ടായി. അപ്പം 23-ലും 24-ലും ഒക്കെ വിതരണം ചെയ്യപ്പെട്ട വീടുകളിൽ ഈ ലോഗോ വന്നപ്പോൾ ഇല്ലാത്തൊരു നീരസം ഇപ്പം എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇപ്പൊ ലോഗോ അല്ല പറയുന്നത്, ടിവിയും റിപ്പോർട്ടറും തുറന്നു നോക്കിയാൽ അറിയാം. ഫോട്ടോ വെക്കുന്നു പറഞ്ഞത്. അല്ലല്ല ഷാഫിച്ചാലും അത് ഫോട്ടോ ആവട്ടെ, മോദിയുടെ ചിത്രം വേണ്ട, ഈ ലോഗോയും വേണ്ടെന്ന് വെക്ക്. ആ വീടിന്റെ ക്രമനമ്പരും വാർഡ് നമ്പറും അല്ലാതെ ഒരു വെറും പേന കൊണ്ടൊരു നീലവര മാത്രമായിക്കോട്ടെ. എന്താണ് ആ പ്രഖ്യാപനം? എടോ അത്താഴ പട്ടിണിക്കാരാ, എടോ അന്നം മുടങ്ങിയ മനുഷ്യ, എടോ ഗതികെട്ട മനുഷ്യ, നിനക്ക് ഞങ്ങൾ ഫ്രീ ആയി ഔദാര്യമായി തരുന്നതാണ് കിടപ്പാടം, ആ കടപ്പാട് വേണമെന്നാണ്. അത് പറ്റില്ല എന്ന് പറയേണ്ടതല്ലേ രാഷ്ട്രീയ നിലപാട് ശ്രീ ഷാഫിച്ചാലിയും? നിങ്ങൾ അത് പറയാതെ ഈ നിലപാട് സ്വീകരിക്കാവോ? ഈ 1.5 ലക്ഷം വീടിൻ്റെ മേലെ ഈ ലോഗോ കൊണ്ടുവച്ചിട്ട് വർഷങ്ങളായി. അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ നോ എന്ന് പറയാത്തവർക്ക് ഇന്നെന്താ ഇത്ര കലിപ്പ്? എനിക്കതാ മനസ്സിലാകാത്തത്. അല്ലല്ല, ആ സർക്കാർ ലോഗോക്ക് അനുകൂലമാണോ എതിരാണോ എന്നത് അവിടെ നിൽക്കട്ടെ. അല്ലാതെ നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ സർക്കാരിന്റെ കാലത്ത് അതാ ഞാൻ പറഞ്ഞത്, ആ സർക്കാരിന്റെ നയം അങ്ങനെ തുടരാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഷാഫിച്ചാലും അധികാരമാറ്റം ഉണ്ടായത്? പിന്നെ എന്തിനാണ് 102 സീറ്റിൽ നിങ്ങളെ കേരളം അധികാരത്തിലേക്ക് എത്തിച്ചത്? ആ സർക്കാർ നയങ്ങൾ അതുപോലെ തുടരാൻ ആണ് ലക്ഷ്യമെങ്കിൽ അല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഉത്തരവുണ്ടല്ലോ, അത് മൈൻഡ് ചെയ്യില്ലല്ലോ ഹഷ്മി. എന്താ ഇതിന് കാരണം? നിങ്ങൾക്ക് വല്ല പൊളിറ്റിക്സ് ഉണ്ടോ? ഇതൊക്കെ ഇവിടെ നടന്നു പോയി 5-6 കൊല്ലം 7 കൊല്ലത്തിന് മുമ്പ് നടന്നു പോയി. ഇവിടെ എല്ലായിടത്തും ലോകവും വെച്ച് ലക്ഷക്കണക്കിന് വീടും കൊടുത്തു. എന്നാൽ ഈ അവസാന കാലത്ത് 2023-24 വർഷമാണോ 24 എന്ന് ഒന്ന് കൃത്യത നോക്കണം. അവിടെയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു. ആ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുകയും നേരത്തെ പറഞ്ഞ നിഷ്കർഷതകൾ വീണ്ടും ഉൾപ്പെടുത്തുകയും ചെയ്തു. ലോഗോ വെക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നല്ല, പ്രധാനമന്ത്രി അങ്ങനെയാണ് ആ ഇതും വെച്ചു. അതിന് നമ്മുടെ കേരള സർക്കാർ അതിന് കൊടുത്തൊരു മറുപടിയും, ആ മറുപടി കേരള അസംബ്ലിയിൽ MP രാജേഷ് കൊടുത്ത മറുപടി എൻ്റെ കയ്യിലുണ്ട്. ഒരു MLA ചോദിച്ചതിന് അതിനെന്താ മറുപടി പറഞ്ഞറിയോ? 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ലോഗോൻ്റെ കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഈ പദ്ധതിയുടെ 75% വിഹിതം കേന്ദ്രവും 25% സ്റ്റേറ്റുമാണ്. പക്ഷേ ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചു, എണ്ണം വർദ്ധിച്ചപ്പോൾ തുക വർദ്ധിപ്പിച്ചില്ല കേന്ദ്രം എന്നത് ആക്ഷേപം. എന്തൊരു ബാലിശമായ വാദം നോക്കുക. ഈ 1 കോടി രൂപ നമുക്ക് തരുമ്പം 75 ലക്ഷം കേന്ദ്രവും 25 ലക്ഷം സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 75%, അതുപോലെ 25%. ആ 1 കോടിയുള്ളത് ഇനി 100 കോടി ആക്കുകയാണെങ്കിലും ഈ 75% എന്ന തുക എത്രയാവും? 1 കോടിക്ക് 75 ലക്ഷം ആണെങ്കിൽ 100 കോടിക്ക് എത്ര വരും? 75 കോടി വരും. അതിനാണ് പറഞ്ഞത് ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചപ്പോൾ ഫണ്ട് വർദ്ധിപ്പിച്ചില്ല. 75 തന്നെയാണ്. എനിക്ക് താങ്കൾ പറഞ്ഞ കണക്കിന് മനസ്സിലായിട്ടില്ല. എനിക്കറിയാവുന്ന കണക്കുണ്ട്. പറഞ്ഞു തീരട്ടെ അഷ്മി. അല്ല, താങ്കൾ പറയുന്ന കണക്ക് കൺഫ്യൂസ്ഡ് കണക്കാണ്. യഥാർത്ഥ കണക്ക് അതല്ല. യഥാർത്ഥ കണക്ക് ഈ പറയുന്ന നമ്മൾ ലീഗ് നമ്മൾ ഈ പറയുന്ന ഈ ഭവന പദ്ധതി പ്രകാരം നമ്മൾ വീടുകൾ വെച്ചു കൊടുത്തു. 21,930 കോടി നമ്മൾ ചെലവാക്കി. അതിൽ 19,000 ചില്ലുവാനും കൂടി നമ്മൾ ചെലവാക്കിയതാ. 2,000 ചില്ലുവാനും കൂടി മാത്രമേ കേന്ദ്രം തന്നിട്ടുള്ളൂ. ഈ പറയുന്ന ഭവന പദ്ധതിയിൽ തന്നെ ഏറ്റവും മിനിമം ഒരു വീട് വെക്കാൻ 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ വേണമെന്നിരിക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും 4 ലക്ഷം രൂപയാണ്. അതിൽ തന്നെ ഒരു വീട് 72,000 രൂപ തരുന്നേ. അതൊരു തുച്ഛമായ വീടുകളാണ്. ആ വീടുകൾ PMI കൊടുത്തു എന്നാണ് പറയുന്നത്. KM ഷാജി തെറ്റിദ്ധരിപ്പിക്കലല്ലേ? അത് കേന്ദ്രത്തിന്റെ വാദം പറയലല്ലേ ശ്രീ ഷാഫിച്ചാലിയം? PMI പ്രകാരം ഒരു വീടും ഇല്ല കേരളത്തിൽ. ഞങ്ങൾ ഇവിടെ നടന്നു പോയ സംഭവങ്ങളൊപ്പം ഞാൻ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചൊന്നും അത് ഹിയർ ചെയ്യുന്ന പോലില്ലോ ലക്ഷ്മി. എന്താ അതിൻ്റെ പ്രശ്നം? എനിക്കത് മനസ്സിലാകുന്നില്ല. ഇവിടെ ഈ ഫണ്ടും വാങ്ങി ഈ ലോഗോയും വെച്ച് ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്തിട്ടപ്പെട്ടത് കേരളത്തിൽ നിലനിൽക്കുന്നു. പിന്നെ കേന്ദ്രം അതിൻ്റെ അടുത്ത പടിയിലേക്ക് കടന്നു. അവർ ഈ ക്വാണ്ടിറ്റി കുറച്ച് വർദ്ധിപ്പിച്ചു.
ഒരു കേന്ദ്ര ഫണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മാത്രം പശ്ചാത്തല സൗകര്യം നോക്കിയിട്ടല്ല ഉണ്ടാകുക. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇവിടെ ചിലപ്പം ഒരു വീട് വെക്കണമെങ്കിൽ പിന്നെ സർക്കാർ പിന്നെ 4 ലക്ഷം റുപ്യാണ് വീട് ഉണ്ടാക്കാൻ കൊടുക്കണം. എന്നാൽ വയനാട് പാക്കേജിൽ പോയാൽ അവിടെ 25 ലക്ഷമാണ് ചോദിക്കണേ. വീട് ഉണ്ടാക്കാൻ 25 ലക്ഷം വേണ്ടി വരും എന്നുള്ളത് സർക്കാരിന് അറിയാം. അത് വേറെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇവർക്ക് ഇതിലൊന്നും പറയാൻ അർഹതയില്ല. കാരണം ഈ ക്വാണ്ടിറ്റി വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ നേരത്തെ പറഞ്ഞ ഈ സർക്കുലർ ഉണ്ടല്ലോ, അതിന് ഞാൻ മറുപടി പറയാതെ കേൾക്കാതിരുന്നുകൊണ്ടല്ല. ഞാൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞൊരു പ്രതികരണത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അത് വരുന്നില്ല, പോട്ടെ, ഞാൻ ഫോണിൽ കേൾപ്പിക്കാം. ഒന്ന് പ്ലേയോ, ഒന്ന് പ്ലേ. 50,000 കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്. അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം, ആ ലോഗോയിൽ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, ആ വീട് അവരതാണ്, അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അവസാനം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ തീർത്ത് പറഞ്ഞു അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു സഹായം തന്നില്ലെങ്കിൽ വേണ്ടാന്ന് ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഷാഫി ചാലിം, താങ്കൾ പറഞ്ഞ സർക്കുലറിന് കഴിഞ്ഞു വന്ന പ്രതികരണമാണ് ആ പ്രതികരണം. താങ്കൾ പറയുന്ന സർക്കുലറിന് മുമ്പ് ഉണ്ട് കേട്ടോ ഈ പറയുന്ന ലോഗോ വെക്കണമെന്നുള്ളത്. പക്ഷേ അത് ഒരു മാൻഡേറ്ററി നിർബന്ധ ബുദ്ധിയിൽ പറയുന്ന ഒരു സാധനം ആയിരുന്നില്ല ഷാഫി ചാലിം. ഈ പറയുന്ന പോലെ അത് ഒരു സ്റ്റിക്കർ പോലെ വേണേൽ ഒട്ടിക്കാം, ഒട്ടിച്ചിട്ട് വേണേൽ ഇളക്കി കളയാം. രണ്ടാമത് വരുമ്പോൾ അവസ്ഥ എന്താണ്? രണ്ടാമത് വരുമ്പോൾ അവസ്ഥ ഇത് പെർമനൻ്റായി നമ്മൾ ശിലാഫലകം എന്നൊക്കെ പറയുന്ന പോലെ പെയിൻറ്റ് കൊണ്ട് ശാശ്വത കാലത്തേക്ക് എല്ലാ കാലത്തേക്കും ആ വീട്ടിലൊരു മരണം ഉണ്ടായാൽ, ആ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ, ആ വീട്ടിൽ നല്ല കാലം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയി കിട്ടിയ വീടാണേ, നാട്ടുകാരോട് പറയുന്ന മട്ടിൽ ഈ പറഞ്ഞ ഇവിടെ ഉണ്ടാവണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായി. പറ്റില്ല എന്ന് സംസ്ഥാനം പറഞ്ഞു, പറ്റില്ല എന്ന് സംസ്ഥാനം പറഞ്ഞു. അതാണ് നിലപാട്. അല്ല ഷാജി പറയുന്നതാണോ ശ്രീ ഷാഫി ചാലിയം? എപ്പോ പറഞ്ഞു? ഞാൻ കേൾപ്പിച്ചു. എപ്പോഴാ പറഞ്ഞത്? ഞാനങ്ങ് കേൾപ്പിച്ചാണ്. ഇതാ ഞാൻ വായിക്കാം. ഇല്ല, അങ്ങ് പറയുന്ന ഈ തദ്ദേശ സർക്കുലർ കഴിഞ്ഞ കാര്യം പറയുന്നത് നിങ്ങൾ കേൾപ്പിച്ചേ. അല്ല, ഇവിടെ ഈ ലോഗോ വെച്ചാൽ അത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് പറയുന്ന വ്യക്തി ഈ നാട് ഭരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് കീഴിലുള്ള കുടുംബശ്രീ സംവിധാനം എല്ലാവർക്കും സർക്കുലർ കൊടുത്തിരിക്കുകയാണ്. ഈ ലോഗോ വെക്കണം എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഇപ്പൊ അയച്ചത്. ഇല്ല, കുടുംബശ്രീ സംവിധാനം സർക്കുലറാണോ? ആ സമയത്ത് നാട് ഭരിച്ച മുഖ്യമന്ത്രി കേരളത്തോട് പറയുന്നതാണോ അങ്ങേക്ക് വിശ്വാസം ശ്രീ ഷാഫി ചാലിയം? കേന്ദ്രത്തോട് പറഞ്ഞാണോ വിശ്വാസം? എന്നിട്ട് പണം കിട്ടാതിരിക്കുന്നതാണോ അങ്ങേക്ക് വിശ്വാസം? അതോ ഏതോ സർക്കുലറാണോ? അതായത് 2023 11-ാം മാസം 4-ാം തീയതിയാണ് അയക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് 2026-ലാണ്. 3 കൊല്ലം മുമ്പ് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ ആർക്കാണ്? പ്രേക്ഷകൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീ, ഗ്രാഹകൻ, എല്ലാ നഗരസഭാ സെക്രട്ടറിമാർക്കും അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കും. ഞാൻ വായിക്കണേക്കാൾ നല്ല അശ്മി വായിക്കുന്നതല്ലേ, ഒന്ന് വായിച്ചു നോക്കൂ. മറുപടി മുഖ്യമന്ത്രി പറഞ്ഞില്ലേ സാർ? അതിനുള്ള മറുപടി മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞാണ് ഞാൻ കേൾപ്പിച്ചത്. അതായത് അവിടെ ആ വീടുകളിൽ കൊണ്ടുവെക്കുന്ന ഈ പറയുന്ന ലോഗോ ആവട്ടെ എന്തോ ആവട്ടെ, അത് ആ മനുഷ്യന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ഫണ്ട് തരുന്നു കരുതി അത് വെക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അതിന്റെ അടിസ്ഥാനം നിങ്ങൾ ഫണ്ട് നിഷേധിച്ചാൽ 4 ലക്ഷം രൂപ കൊടുക്കും, നിങ്ങളുടെ 72 കൊടുക്കും, ഞങ്ങൾ കൊടുത്തോളാം, ആ ഫണ്ട് വേണ്ട എന്നൊരു നിലപാട് പറഞ്ഞ മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിന്. പിണറായി വിജയൻ എന്നാണ് പേര്. കെ എം ഷാജി പറയുന്നത് അവിടെ ഇവിടെ നിലപാടാണോ അത്? അതല്ലേ വേണ്ടത്? ഭരിക്കുമ്പോഴാണ് അത് എപ്പോഴാണ് വേണ്ടത്? 2023-ലാണ് വേണ്ടത്. 2023 എല്ലാ നഗരസഭാ സെക്രട്ടറിമാർക്കും ലോഗോ വെക്കണം എന്ന് പറഞ്ഞ് സർക്കുലർ കൊടുത്തിട്ട് 3 കൊല്ലം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് പറയാം അത് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഈ 3 വർഷക്കാലം ഈ ആത്മാഭിമാനം കണ്ടില്ലായിരിക്കും. ഇവിടെ രേഖാപരമായി അയച്ച സർക്കുലറിന് എന്താ ഒരു 10 പൈസയുടെ വില ഇല്ല. അപ്പൊ ലീഗിന്റെ നിലപാട് ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ് അയച്ചത്. ശരി, അപ്പൊ ലീഗിന്റെ നിലപാട് 4 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്ന ഒരു ഭവനം, ലൈഫ് ഭവനം എന്തോ ആയിക്കോട്ടെ, ലീഗിന്റെ നിലപാട് പ്രധാനമാണ് സാർ. ഷാഫി ചാലിം, ലീഗിന്റെ നിലപാട് പ്രശ്നമാണ്. കാരണം എന്താണ്? നിങ്ങൾ പോയ സർക്കാർ നയങ്ങൾക്കെതിരെ പൊരുതി പ്രചരണം നടത്തി അധികാരത്തിലേക്ക് വന്നവരാണ്. എന്നിട്ട് പോയ സർക്കാർ നയങ്ങൾ ഞങ്ങൾ തുടരുമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? ലീഗിന്റെ നിലപാടാണോ 4 ലക്ഷം രൂപ സംസ്ഥാനം കൊടുക്കുക, അതിന്റെ ഒരു കുണിശം 72,000 എന്ന് പറയുന്ന തുലവും തുച്ഛമായ തുക കൊടുക്കുന്ന അതിന്റെ ആ കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ് വീടുകൾക്ക് മുന്നിൽ വെക്കണം? എന്താണ്, കൽപ്പാന്ത കാലത്തോളം ആജന്മകാലം ആ മനുഷ്യൻ അപമാനം സഹിക്കണം എന്ന നിലപാട് ലീഗിന്റെ നിലപാടാണോ?
നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഞങ്ങൾ UDF ഭരിക്കുമ്പോൾ UDF നിലപാടാണ്. ഞങ്ങളുടെ നിലപാടൊക്കെ പോയിട്ട് ഒരു മിനിറ്റ്, മുസ്ലിം ലീഗിൻ്റെ നിലപാട് UDFിലാണ് പറയുക. ഇവിടെ എന്താ വിഷയം? ലോഗോ വെക്കണോ വേണ്ടയെന്നാ. 3 വർഷം ലോഗോ വെച്ചവർ ഇപ്പം വന്ന് ലോഗോ വേണ്ട എന്ന് പറയുന്നത് ലോഗോണ്ടുള്ള കുഴപ്പമില്ല. ലോഗോ വെച്ചതിൽ കുഴപ്പമാണെങ്കിൽ 2023 തൊട്ട് ഈ പദ്ധതി ഞങ്ങൾക്ക് വേണ്ടാമെന്ന് പറയുമായിരുന്നു. ഇല്ല, ഈ വീടുകളൊന്നും ലോഗോ ലോകമൊന്നുമില്ല. വെച്ച് 1.5 ലക്ഷത്തോളം ഏതെങ്കിലും ലൈഫ് ഫീഡ് ഇപ്പോൾ കാണിച്ചു തരാമോ അങ്ങേക്ക് ഷാഫി ചാലിയ? അപ്പോൾ ഒരു മിനിറ്റ്, ഇതുവരെയുള്ള ഏതെങ്കിലും ലൈഫ് ഫീൽഡ് ലോഗോ അങ്ങ് കാണിച്ചു തരാമോ? ഒരു ലോഗോ എവിടെ ഇല്ല ഷാഫി ചാലിയ. അത് ഒരു ലോഗോ ഈ പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ശരിയാണ്, അത് കേന്ദ്രത്തെ ബോധിപ്പിക്കാൻ തന്നെയാണ്. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു, അവിടുന്ന് വലിച്ചു കയറിയെടുത്തു. അത് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കേന്ദ്ര നിലപാട് ഘടിപ്പിച്ചു. എന്താണ് നിലപാട്? അങ്ങനെ വലിച്ചു കയറിയെടുക്കാൻ പാടില്ല, അത് ആജന്മകാലം അവിടെ ഉണ്ടാവണം. പറ്റില്ല എന്ന് സംസ്ഥാനം പറഞ്ഞു. അതാണ് യാഥാർത്ഥ്യം. അങ്ങ് ഏത് സർക്കുലറിന്റെ കാര്യം പറഞ്ഞാലും ഷാഫി ചാലിയും. അഷ്മി, ഒരു കാര്യം, എനിക്ക് അഷ്മിൻ്റെ അടുത്ത് പല അനുഭവമുണ്ട്. മുമ്പ് ഒരിക്കലും ഒരു LGBTQ ചർച്ച വരുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. അമേരിക്കയിൽ ബേബി റോബുണ്ട്. എന്തായിരുന്നു എന്നെ ആക്ഷേപിച്ച അഷ്മി? പൊട്ടത്തരം പറയാതെ എഴുന്നേറ്റ് പോടോന്ന് പറയാതെ പറഞ്ഞില്ലേ നിങ്ങൾ? ഹാഫ് ടൈമിന് ശേഷം വിളിച്ച് അന്വേഷിച്ചില്ലേ നിങ്ങൾ അമേരിക്കയിൽ? അവസാനം മനസ്സിലായില്ലേ? അതുപോലെ ഇന്ന് നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടില്ല, റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരു 10 വട്ടം ഇന്നൊരു പറയട്ടെ റിപ്പോർട്ടർ ചാനലിൽ ഇന്ന് ഞാൻ ഒരു 10 വട്ടം കണ്ടിട്ടുണ്ട്. ആ ഓരോ പഞ്ചായത്തിലും പോയിട്ട് അവൾ എടുത്തത്. അങ്ങനെ വേറെ ചാനലിൻ്റെ പേര് ഇവിടെ പറയാൻ പറ്റുമോ എനിക്കറിഞ്ഞൂടാ. എത്ര വീടിൻ്റെ മുകളിൽ ഒട്ടിച്ച ഒരു അവസാന ഗഡു കിട്ടണമെങ്കിൽ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടാൻ അത് കൊണ്ടുപോയില്ല. അത് കൊണ്ടുപോയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? ലാസ്റ്റ് എന്താണ്, ഗഡു കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും എടുത്തി കളയും. പിന്നീട് പിന്നെ അതിൻ്റെ മുകളിൽ എന്താ ഉള്ളത്? ഇന്നത്തെ കാലത്ത് നമ്മൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി നോക്കി നിങ്ങൾ. അല്ല, ഒരു മിനിറ്റ്, ഹൈലൈറ്റ് പോയി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാറ്റ് വാങ്ങി നോക്ക്. ഓലെ പേരെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാ. പക്ഷേ അതിൻ്റെ എല്ലായിടത്തും റൂമിലും ലിസ്റ്റിലും കുന്തത്തിലും ഒക്കെ ഉണ്ടാവും അവരുടെ പേര്. പണ്ട് IRDPൻ്റെ ലോൺ ഉണ്ടായിനി. IRDPന് ഉന്തുവണ്ടിൻ്റെ ലോൺ എന്തായാലും മുകളിൽ IRDP പദ്ധതിൻ്റെ പേരവിടെ എഴുതി വെക്കും. അതുപോലെ തന്നെയാണ് പശുവിന് വരെ പിന്നെ കേന്ദ്രം കൊടുക്കുന്ന ബ്ലോക്ക് വഴിയുള്ള സഹായത്തെ അതിൻ്റെ ചെവിയുടെ മേലെ പോയിട്ട് പിന്നെ ഇത് പിടിപ്പിക്കുക. അതാത് പദ്ധതിൻ്റെ പേര് എഴുതി വെക്കും. ആ നിസ്സാര കാരണം പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ഇവിടുത്തെ പാവങ്ങൾക്ക് വീട് നിസ്സാര കാരണമല്ല ഷാഫി ചാലിയം. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും നിസ്സാരകാരമായിരുന്നില്ല. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് PMC ഒപ്പിടുന്നത് ഫണ്ട് കിട്ടാൻ കാണിക്കുന്ന പണിയായിരുന്നില്ല, അത് സംഘവിരുദ്ധ പണിയായിരുന്നു. ഇതൊന്നും നിസ്സാര കാര്യമല്ല. നിങ്ങൾ ഈ പറയുന്ന വലിയ ഫ്ളാറ്റുകളുടെ അവരുടെ ബ്രാൻഡ് ഒട്ടിച്ചു വെക്കുന്നതിനോട് കമ്പയർ ചെയ്യാണോ അത്താഴപ്പട്ടിക്കാരൻ വീട് ഒട്ടിച്ചു കൊടുത്തു ഞങ്ങൾ വന്ന് വീടാ എന്ന് പറയുന്നതിനെ? ഞാൻ ഇല്ല, PM ഷാജി രാഷ്ട്രീയം പറഞ്ഞ പോട്ടെ, ഷാഫി ചാലിയും രാഷ്ട്രീയം മറക്കല്ലേ? പറയട്ടെ, ഞാൻ പറയുന്നു വാഷ്പി കേൾക്കാത്തത് എന്താ? ഞാൻ പറഞ്ഞെന്താ, ഒരു ലോഗോ കൊണ്ടുവെക്കുന്നത് ശരിയാണോ ഇല്ലയെന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം അതാണ്. പക്ഷെ ഒരു ലോഗോയുടെ കാരണം പറഞ്ഞ് ലക്ഷക്കണക്കിന് കേരളത്തിലെ മനുഷ്യന്മാർക്ക് കിട്ടേണ്ട അവകാശം നിഷേധിക്കണമോ എന്ന ഒരു ക്വസ്റ്റ്യനാണ് ഷാജിട്ടത്. അങ്ങനെയാണെങ്കിൽ PMC ഒപ്പിടാൻ നമ്മൾ അത്രയും ഫണ്ട് കളയണോ എന്ന ചോദ്യം നിൽക്കുന്നില്ലേ അവിടെ? അതാക്കി മനസ്സിലാകത്തെ. അങ്ങനെയാണെങ്കിൽ PMC ഒപ്പിട്ട് എന്തിനാ വെറുതെ പോരാട്ടം? എന്തിനാ രാഷ്ട്രീയ പോരാട്ടം? എന്തിനാണ് കേന്ദ്രവുമായി ഈ പറഞ്ഞ ഷാജി പറയുന്ന പോലെ എന്താണ് അൺഹെൽത്തി ഡിബേറ്റ്? എന്തിനാണ്? ഓക്കെ സാർ, കേന്ദ്ര സാർ ഞങ്ങൾ കീഴടങ്ങുന്നു, ഞങ്ങൾക്ക് ഫണ്ട് എന്ന് പറഞ്ഞാൽ പോരെ? കേരളം ഇതുവരെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പോരാട്ടം എന്തിനായിരുന്നു കോടതികളിലെ പോരാട്ടം? എന്തിനാണ് നമ്മൾ ഈ കൊട്ടിഘോഷ പ്രതിരോധം? എന്തിനായിരുന്നു? കീഴടങ്ങിയാൽ പോരെ? അടിയറ പറഞ്ഞാൽ പോരെ? അതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. അതായത് PM-ശ്രീ എന്താണ്, പിന്നെ ഈ ഭവന പദ്ധതി എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. PM പദ്ധതി നമ്മളെ പ്രശ്നം എന്താ? PM പദ്ധതിക്കല്ല നമ്മളിതിൽ. PM പദ്ധതിയിലെ സിലബസാണ് അപകടകാരി, അതിൻ്റെ കരിക്കുലമാണ് അപകടകാരി. PM-ശ്രീ പോലെയല്ല ഇത്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കാര്യമായ ഒരു കാരണം പറഞ്ഞ് നയപരമായി നമ്മളെ കേരളത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു നിർദ്ദേശം, നരേന്ദ്രമോദിയുടെ പടം ആ വീട്ടിൻ്റെ മുന്നിൽ തൂക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമാണ്. പക്ഷേ കേരളം 75% പണം കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് അവരുടെ ലോഗോ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ലോഗോ 3 കൊല്ലം വെക്കുകയും 4ാം കൊല്ലം ഈ ലോഗോ ആത്മാഭിമാനത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് പിന്തിരിയും തമ്മിലുള്ള വൈദ്യാതിയുമാണ് KM-ഷാജി ചൂണ്ടിക്കാണിച്ചത്. PM-ശ്രീ അതല്ല. PM-ശ്രീ അങ്ങനെയല്ല. PM-ശ്രീയിലെ നമ്മുടെ അല്ല, PMC നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാൻ അങ്ങനെ കേൾക്കാം. ഷാഫി ചാലിയും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു തിരിഞ്ഞു ശ്രീ കേൾകുമാർ, ശ്രീ ഷാഫി ചാലിയും ചൂണ്ടിക്കാണിക്കുന്ന എന്താണ് ഇപ്പം ഇന്ന് KM ഷാജി വായിക്കുകയും ചെയ്തു ആ സർക്കുലർ. അതായത് 4/11/2023 ഗവൺമെന്റ് ഓഫ് കേരള ഇറക്കിയ സർക്കുലറാണ്.
PMAY നഗരം പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ ലോഗോ പതിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ മാർഗ്ഗരേഖ നിഷ്കർഷിക്കുന്നുണ്ട്. മാർഗ്ഗരേഖയിൽ അനുശാസിക്കുന്ന രീതിയിൽ സംസ്ഥാനത്ത് PMAY നഗരം പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളിൽ ലോഗോ പതിപ്പിക്കണമെന്ന് സൂചന. അങ്ങനെ പതിപ്പിക്കണം എന്നൊക്കെ പറയുന്ന സർക്കുലറാണ് ആ കാര്യം. ശ്രീ കെ അനിൽകുമാർ, ഈ നമ്മൾ കൊടുക്കുന്ന 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ പറ്റുമോ? പാടാ. എന്നാൽ പോലും നമ്മുടെ പരിമിതിക്ക് അത്ര കൊടുക്കാൻ പറ്റുള്ളൂ ലൈഫിൻ്റെ കാലത്ത്. ഇനിയും അത്ര കൊടുക്കാൻ കഴിയുള്ളൂ. അതിനകത്ത് തന്നെ തുലോം തുച്ഛം കുണിശമായി കിട്ടുന്ന ഈ പണമാണ് കിട്ടുന്ന സാധനം. അതിനകത്ത് എന്തോന്ന് ലോഗോ സാർ? ഏത് ലോഗോ? ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടം കോർപ്പറേറ്റുകൾക്ക് സഹായം കൊടുക്കുന്ന കോടികൾ ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി അവർ കൈമാറിക്കൊണ്ടിരിക്കുന്ന രാജ്യസമ്പത്ത്, പ്രകൃതി വിഭവങ്ങൾ, ഇതെല്ലാം മറച്ചു വെക്കാനാണ് ഞങ്ങൾ ഉജ്ജ്വല യോജന, PMSY അല്ലെങ്കിൽ ഈ PMAY, ഇതുപോലെ തന്നെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, അതിന് ചെറിയൊരു പൈസ തന്നിട്ട് അതിൻ്റെ ബോർഡ് എല്ലായിടത്തും വെക്കണം. ഇങ്ങനെ ഓരോ പദ്ധതിയിലും ബ്രാൻഡിങ് വേണമെന്ന ഒരു നയത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തിയത്. ബ്രാൻഡിങ് എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന നികുതിയിലെ ഒരു ഭാഗം കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. കൺകറന്റ് ലിസ്റ്റ് വരുന്ന ഭാഗങ്ങളിൽ കേന്ദ്രവും പണം ചെലവ് ചെയ്യണം. കേന്ദ്ര സർക്കാർ ആദ്യം ചെയ്തത് 75% ഫണ്ട് കേന്ദ്രവും 25% ഫണ്ട് സംസ്ഥാനങ്ങളുമെന്നായിരുന്നു കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, ആവിഷ്കൃത പദ്ധതികളിലെ ഷെയർ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയും പറഞ്ഞ പോലല്ല, ഇപ്പോൾ 60-40 ആക്കി. ഇപ്പോൾ വരാൻ പോകുന്ന ഈ ജൂലൈ 1 നടപ്പാക്കാൻ പോകുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള ഈ BMG റാംജി പദ്ധതി ഉണ്ടല്ലോ, അതിന് 60-40 ആണ്. അതിൻ്റെ ഭാഗമായിട്ടോ ഇപ്പോൾ ബീഹാർ തന്നെ അവർക്ക് നിലവിൽ തൊഴിലുറപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന പൈസ 4600 കോടിയാണെങ്കിൽ 16,000 കോടി ഇപ്പോൾ അവർ മുടക്കണം, 19,000 കോടി അവർ മുടക്കണം. ബീഹാറുകാരുടെ അവസ്ഥയാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും കൂടുതൽ പണം മുടക്കേണ്ടതാണ് കേന്ദ്രം ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് അത് ബ്രാൻഡ് ചെയ്യണം, കേന്ദ്ര പദ്ധതിയാക്കുകയാണ്. അപ്പം 40% കേരളം കൊടുത്തിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രം ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ കേന്ദ്രം ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് മേലെ കടന്നാക്രമണം നടത്തുന്നത് കൊണ്ട് സംസ്ഥാനങ്ങൾ പ്രതിരോധിക്കും. ഇന്ന് തന്നെ ഈ പദ്ധതിക്കെതിരെ 3 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രതിഷേധിച്ചിരിക്കുകയാണ്. അത്തരം ഒരു സന്ദർഭത്തിലാണ് കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF സർക്കാർ ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇല്ല, ഏറ്റുമുട്ടലിനില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിലെ നിലപാട് മാത്രമല്ല, സമഗ്രതയിൽ കാണണം. ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ BJPക്കാരിയായ ഒരു ആളെ, ഒരു പ്രൊഫസറെ അവിടുത്തെ VC ആക്കി നിയമിച്ചു. BJPക്ക് 3 സീറ്റല്ലേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും BJPക്കാരെ VCമാരാക്കുക എന്നുള്ള മാൻഡേറ്റ് കേരളത്തിലുണ്ടോ? പരാതി ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടോ? 19 പേരെ കോട്ടയത്തെ സർവകലാശാലയെ സെനറ്റ് തിരികെ കയറ്റിയപ്പോൾ ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് ശക്തമായി പറഞ്ഞാൽ ഇത് ആവർത്തിക്കുമോ? ഇന്നും T സിദ്ദിഖ് ഒരു നേർത്ത ശബ്ദത്തിൽ പോലും തെറ്റാണ് കാണിച്ചത്, മര്യാദകേടാണ്, അന്തസ്സില്ലായ്മയാണ്, എന്ത് മര്യാദയാണ് BJPക്കാരിയെ ഒരു VC ആക്കാനുള്ള ചുമതല ചോദിച്ചില്ല. എന്തുകൊണ്ട് ശബ്ദം നേർത്തു പോകുന്നു? അതുകൊണ്ട് KM ഷാജി മാത്രമല്ല, കോൺഗ്രസ് നേതാക്കന്മാരല്ല, UDF നേതാക്കന്മാരെല്ലാം നിലപാട് മാറ്റിയിരിക്കുന്നു. മോദി നേരിട്ട് അധികാരം പിടിച്ച പോലെയാണ് ഇന്ന് കേരളത്തിലെ UDF പ്രവർത്തിക്കുന്നത്. ഒരു പദ്ധതിയിലല്ല, എല്ലാ പദ്ധതികളിലും. ഇവിടെ 2023 സർക്കുലർ വെച്ചാണ് ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് നാണം മറയ്ക്കാൻ ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ ലൈഫ് മിഷൻ ആരംഭിച്ച് എന്നാന്ന് അദ്ദേഹത്തിന് അറിയാമോ? 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ്. അന്ന് നടത്തിയ സർവേയിൽ കേരളത്തിൽ കണ്ടെത്തിയത് 8,94,000 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് വേണമെന്നാണ്. അതിൻ്റെ അന്തിമ പട്ടികയുണ്ടാക്കി, പരസ്യം കൊടുത്ത് അന്തിമ പട്ടികയുണ്ടാക്കി. 8,94,000 പേർക്ക്. പിന്നെ 10 കൊല്ലത്തിനിടയ്ക്ക് കുറേ പേർ കൂടെ വീട് വേണ്ടി വന്ന് കാണും. പക്ഷേ 8,94,000 കണക്ക്. അതിൽ 5,783,000 പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ KM ഷാജി നിയമസഭയിൽ വായിച്ച പോലെ 15 ലക്ഷം അല്ല, 5 ലക്ഷം മാത്രമേ ഉള്ളൂ. 5,783,000 പേർക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് വീട് പൂർത്തിയാക്കി കഴിഞ്ഞു. ബാക്കി 1,05,582 കുടുംബങ്ങളുടെ വീടുകളെന്ന് പറയുന്നത് പല നിർമ്മാണ ഘട്ടത്തിലാണ്, പല സ്റ്റേജുകളിൽ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് അതിൻ്റെ സ്റ്റാറ്റസ്. ഇതിനാണ് 21,300 കോടി രൂപ ഖജനാവിൽ നിന്നും കഴിഞ്ഞ മാർച്ച് 31 വരെ ചിലവായി. അത് കഴിഞ്ഞുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ചിലവ് മാർച്ച് 31 വരെ 2,368 കോടി രൂപയാണ് അതിൽ കേന്ദ്ര വിഹിതമായി ഇതുവരെ കിട്ടിയത്. ഇവിടെ KM ഷാജി എന്ന് പറയുന്നത് കേട്ടു, കേരളത്തിന് പണം ഇല്ലാത്ത കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തുനിഞ്ഞില്ല. ഒരു വാദം. കേരളത്തിന് പണം ഇല്ലേ? കേരളമല്ല ഇത്രയും രൂപ മുടക്കിയത്, കേന്ദ്രം 10നും തുകയല്ലേ മുടക്കിയുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാദം എന്താണ്? നിങ്ങൾ കുടുംബശ്രീയുടെ സർക്കിളിൽ തോണ്ടിയെടുക്കുന്ന 2023-ലെയാണ്. ഇപ്പോൾ 2014 തൊട്ട് 23 വരെ ഇല്ലാത്തൊരു സർക്കിൾ 2023 എങ്ങനെ വന്നു? അത് മനസ്സിലാക്കണ്ടേ? അത് ഈ കെ അനിൽകുമാർ, ഈ ഷാഫി ചാലിം ആരോപിക്കുന്നത് പോലെ KM ഷാജി ആരോപിക്കുന്നത് പോലെ LDF സർക്കാരിന്റെ കാലത്തും ഈ പറയുന്ന ലോഗോ വെച്ചിരുന്നോ? ഇപ്പൊ മാത്രമാണോ നിങ്ങൾക്ക് പ്രശ്നം? ഇല്ല, അതാണ് പറയാൻ പറ്റും. എന്താണ് പ്രശ്നം ഉണ്ടായത്? 2014 തൊട്ട് ഒരു ലോഗോയും നിർബന്ധിച്ചില്ല. ലൈഫ് മിഷന്റെ ഒരു വീട്ടിൽ ലോഗോ ഇല്ലെന്ന്. ലോഗോ കണ്ടെത്തിയിട്ടുമില്ലോ, കണ്ടെത്താൻ പറ്റില്ലല്ലോ. എനിക്കറിയാമല്ലോ, എൻ്റെ അടുത്ത് എത്രയോ വീടുകളുണ്ട്. ലൈഫിൽ ലോഗോ അല്ല, PMAY ലോഗോ. എന്നാൽ എന്താ സംഭവിക്കുക? ആ ലൈഫിൽ PMAY അതാണ് പറയുന്നത്. PMAY ലോഗോ സംബന്ധിച്ച് പറയട്ടെ PMAY ലോഗോ സംബന്ധിച്ച് അതിൻ്റെ പെർഫോമൻസ് റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് അയക്കണം. നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് കേന്ദ്രം പറയുമല്ലോ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയില്ല. ഈ പെർഫോമൻസ് എങ്ങനെയാണ്? ഈ പണം ഈ ഗുണഭോക്താവിന് കൊടുത്തു എന്ന് കാണിക്കാൻ അതിൻ്റെ വാതുക്ക് നിന്ന് ഈ പറയുന്ന ഒരു ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ ഒരു ബോർഡ് വെച്ച് ഒരു ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്ത് അത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ സെൻട്രൽ ഫണ്ട് റിലീസ് ചെയ്യൂ. അങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സാധനം വെച്ചാൽ അത് താൽക്കാലികമാണ്. അത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആ പണി കഴിഞ്ഞിട്ട് അയാളുടെ പണിക്ക് പോകും. പിന്നെ ഈ ബോർഡ് അവിടെ കാണത്തില്ല. ഇതൊരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. അങ്ങനെ ചെയ്ത കൊണ്ടാണ് 2,300 കോടി കിട്ടിയത്. ഇത് പുതിയ കാര്യമല്ല. പക്ഷേ 2023-24 ഇപ്പോൾ 19/9/2023 ബ്രാൻഡിങ് കമ്പൾസറി ആക്കി. എന്നിട്ട് എന്ത് വേണം? ഉത്തരേന്ത്യൻ മാതൃകയിൽ ഫിക്സ്ചറായിട്ട് ആ വീട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ പദ്ധതിയിൽ പെട്ടതാണെന്ന് കാണത്തക്ക വിധം ബ്രാൻഡ് ചെയ്യണമെന്ന് നിർബന്ധിച്ചു. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഷാജി മുന്നോട്ട് വെച്ച ലോഗോ കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്കത് കാണണമെങ്കിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നൊരു കാര്യം, ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിൽ നിന്നൊരു മാധ്യമ പ്രവർത്തകൻ അവിടുത്തെ ഒരു വീട് PMAY വീട് കാണിച്ചുകൊണ്ട് അവിടെ എങ്ങനെയാണ് ആ പദ്ധതി നടപ്പാക്കിയത്, ആ വീടിൻ്റെ ശോച്യാവസ്ഥ എന്താണ് എന്ന് കാണിക്കുന്നൊരു വീഡിയോ ഉണ്ട്. വേറൊരു ചാനലാണ്, കാശ്മീർ ഫണ്ട് വർക്ക് ചെയ്തിരുന്ന വേറൊരു ചാനലാണ്. എൻ്റെ സുഹൃത്താണ്, വീഡിയോ ഒന്ന് എടുത്ത് നോക്ക്. ഇല്ല കേരളം, അതെ അപ്പം നോക്കുക. ഞാൻ ആ വീഡിയോ കണ്ട് അത്ഭുതപ്പെട്ടു. എന്തൊരു ദുരിതമാണ്. ഇതുപോലെയാണ് നിങ്ങൾ അതിൻ്റെ സൈറ്റ് എടുത്ത് നോക്ക്. ഞാൻ അഭ്യർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ഷാഫി ചാലിയത്തോട്, നിങ്ങൾ ആ സൈറ്റ് എടുത്ത് നോക്ക്. ഞാനിപ്പോൾ ഇന്ന് സൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിലുള്ള വീടുകളിൽ ഫിക്സ്ചറായിട്ട് നല്ല പെയിൻറ്റിൽ എഴുതി ഫ്രണ്ട് തൊട്ടിങ്ങൾ വെച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ പേരടക്കം ഒറ്റ നോട്ടത്തിൽ കാണണം, പുറത്തുനിന്ന് കാണണം. ചെറുതായിട്ട് കണ്ടാൽ പോരാ, എന്നാലേ പണം കിട്ടും. എന്നിട്ടും ആ വീഡിയോയിൽ ഒരു ആൾ പറയുന്നുണ്ട്, ഇതിനകത്ത് കുറേ പൈസ കൈക്കൂലിയായിട്ട് പോയി കേട്ടോ, മുഴുവൻ പൈസ കിട്ടിയിട്ടില്ല, കേരളത്തിൽ അക്കൗണ്ടിലായി പണം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്ര സർക്കാർ ഈ കേന്ദ്രവിഹിതമായ നാമമാത്രമായ തുക തരാതിരുന്നപ്പോൾ നമ്മൾ നിവേദനം കൊടുത്ത് പറഞ്ഞു നിങ്ങൾ ബ്രാൻഡ് ചെയ്യുന്ന ഉത്തരേന്ത്യ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യാൻ മലയാളിയുടെ അഭിമാനം സമ്മതിക്കാത്തതുകൊണ്ട് മലയാളി എന്ത് ചെയ്തു? ഞങ്ങൾ പറ്റത്തില്ല, നിങ്ങൾ തരുന്നില്ല, ഞങ്ങൾ മുഴുവൻ പൈസ ഞങ്ങൾ കൊടുത്തോളാം. കേരള സർക്കാർ പൈസ കൊടുത്ത പൈസ റീഇംബേഴ്സ് ചെയ്യാൻ കേന്ദ്രം തയ്യാറല്ല. കാരണം എന്താണ്? നമ്മൾ കൊടുത്ത സാധനം പോരാ. അതുകൊണ്ട് ഒരിടത്തു പോലും ഇത് പതിച്ചിട്ടില്ല എന്നതും അങ്ങനൊന്നും ബാധിക്കണ്ട. ഇത് സാങ്കേതികമായി ഇതിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ അവരുടെ ഫോട്ടോ അടക്കം ആ വീടിന് മുന്നിൽ നിർത്തി ഒരു വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ഇത് അയച്ചു കൊടുത്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ കേന്ദ്ര ഫണ്ടിൻ്റെ ഓഡിറ്റ് പൂർത്തിയാവൂ. ഇത് ഇന്ത്യ മുഴുവനുള്ള കാര്യമാണ്. തൊഴിലുറപ്പുകാർ രാവിലെ 9 മണിക്ക് എന്നിട്ട് സെൽഫി എടുക്കുന്ന കാണാൻ വയ്യേ? അറ്റൻഡൻസ് അങ്ങനല്ല ഇപ്പോൾ.
രാവിലെ ചെന്നിട്ട് അതിരാവിലെ എടുക്കുകയാണ്. അതെ, എന്നിട്ട് ഇളക്കി കളഞ്ഞു. അത് പോയി എടുക്കണം. ഇപ്പോൾ ഉള്ള പുതിയ നിർദ്ദേശം പറയുന്നത് ഇളക്കി കളയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പെയിന്റ് അടിച്ച് അല്ലെങ്കിൽ കല്ലിൽ കുത്തിവെക്കണം. എന്താ PMIY ലോഗോയും ഗുണഭോക്താവിന്റെ പേരും നാമവും ലിസ്റ്റ് മൊത്തം പൊട്ടിച്ചു വേണം. പറ്റില്ല എന്ന് കേരളം പറഞ്ഞു. ബഹുമാനപ്പെട്ട കെ എം ഷാജിയുടെ ബഹുമാനപ്പെട്ട ഷാഫി ജാലിയത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ലോഗോയെ ചലഞ്ച് ചെയ്തു അഭിമാനത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രതിഷേധിച്ചോ? ഇതാ കേരളത്തിൽ നിങ്ങളിപ്പോൾ ഈ ലോഗോ വെച്ചിട്ടില്ല എന്ന് ഷാഫി ജാലിയം തെരഞ്ഞെടുപ്പിന് മുന്നേ ചോദിച്ചോ? മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിന് മുന്നേ സഖാവ് പിണറായിയെ ക്വസ്റ്റ്യൻ ചെയ്തോ? നിങ്ങൾ മോദിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളുടെ പടം വെച്ചില്ലേ? ഞങ്ങളുടെ പരാതി ഞങ്ങൾ 5 ലക്ഷം വീട്ടിൽ പടം വെച്ചെന്നല്ല, പരാതി വഴിയോരത്ത് ഈ 5 ലക്ഷം വീട് കൊടുക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചു. അത് അഹങ്കാരമായില്ലെന്നാ ഞങ്ങൾ ചോദിച്ചത്. ഈ ലൈഫ് മിഷന്റെ വീട് കൊടുക്കാൻ LDF അല്ലാതെ ആരുണ്ട് എന്നാ ഞങ്ങളുടെ ചോദ്യം. മറ്റാരുണ്ട്? അതിലാ ഒരു മുദ്രാവാക്യത്തിൻ്റെ പകുതിയെ കണ്ടുള്ളൂ, ബാക്കി ആരും കണ്ടില്ല. ഞങ്ങൾക്കെതിരെ വോട്ടും ചെയ്തു. പ്രശ്നം അതാണ്. ഇപ്പം നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾ ശരിയാണെങ്കിൽ, ഞാൻ ഒന്നാമത്തെ വാദം 2023 എങ്ങനെ പൊട്ടി വന്നു, കുടുംബശ്രീയുടെ സർക്കുലർ എങ്ങനെ വന്നു, കേന്ദ്രം ബലം പിടിക്കുമ്പോൾ ഇതിവിടെ നടപ്പാകുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ ചില കടലാസുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇറക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കും. ഞങ്ങളിതൊക്കെ താല്പര്യപ്പെട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പിടിമുറുക്കി പണം തരണമെന്നുണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കണം, അത് ബ്രാൻഡ് ചെയ്ത് കാണിക്കണം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൊഴിലുറപ്പിൻ്റെ ഒരു 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 ഇൻസ്പെക്ഷൻ എങ്ങനെയാണെന്നറിയോ? ഒരു തൊഴിലുറപ്പ് നടപ്പാക്കി കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞോ ഇൻസ്പെക്ഷൻ വരും. അപ്പോൾ എന്താ സ്ഥിതി? മഴക്കുഴി എടുത്താൽ 6 മാസം 1 കൊല്ലം കഴിഞ്ഞാൽ മഴക്കുഴി അതുപോലെ കാണുമോ? മണ്ണിട്ട് മൂടുകയല്ലേ? ആ ഇൻസ്പെക്ഷൻ നടക്കുമോ? ഓഡിറ്റ് നടക്കുമോ? ഇതാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ ഈ കേരളത്തെ എങ്ങനെയാണ്, നമുക്ക് നിലപാടുണ്ടോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യമുള്ളൂ. അതെ, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കത്തുള്ളൂ. ഇതൊരു കാര്യമല്ല. അതാണ് കോൺഗ്രസ് നേതാക്കന്മാരോടും ലീഗുകാരോടും ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിങ്ങൾ രാഷ്ട്രീയ നിലപാടെടുത്തു. ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്താണ്? ഞങ്ങൾ മോദിയുമായി കൂട്ടുകൂടുന്നു. മോദി പിണറായി ചേട്ടനും അനിയനുമാണ്. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെക്കുറിച്ച് ചാപ്പകുത്തി, ഇടത് ഹിന്ദുത്വയാണ്. ഞങ്ങൾക്ക് വേണ്ടത്ര ശക്തിയിൽ മോദിയെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ ഏതോ കേസ് പിണറായിയുടെ പേരിലുണ്ട്. ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ തർക്കം. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുൻകൂർ കീഴടങ്ങിയിരിക്കുകയാണ്. സർവകലാശാല ഉൾപ്പെടാത്ത കാര്യം പറയട്ടെ. ഒറ്റ കാര്യം കൂടെ ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടെ ഷാഫിയോട് ഞാൻ ചോദിക്കാം. ഒറ്റ കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കുന്നുള്ളൂ. ഇപ്പം സർവകലാശാല കുഴപ്പമുണ്ടായല്ലോ, ഈ ബില്ലിൽ ഒപ്പിടരുത്. ചാൻസലർ ആ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്ന കേരള സർക്കാരിൻ്റെ ബില്ലിൽ ഒപ്പിടരുതെന്ന് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങൾ പോയി രാജ്ഭവനിൽ പറഞ്ഞ് നിവേദനം കൊടുത്തില്ലേ? അതുകൊണ്ടല്ലേ ഈ 6 ഏക്കർ ഈ പണിയെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തോടൊപ്പം നിങ്ങൾ നിന്നോ? അതിൻ്റെ വില കൊടുക്കുകയാണ് നിങ്ങൾ. ഇടതുപക്ഷത്തെ തകർക്കാൻ നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂടെയും 6 ഏക്കറുടെ കൂടെ നിന്നതിന്റെ വില കൊടുക്കുകയാണ് കേരളം. ഓക്കെ, ഞാൻ ഷാഫിയിലേക്ക് എത്താം. ശ്രീ ലൂക്കോസ്, ഇവിടെ ഒരു വേണുഗോപാൽ നിർവേഷം പറയുന്നുണ്ട്, ലോഗോ വയ്ക്കാൻ താല്പര്യമുള്ളവർ കൊടുക്കുക, അല്ലാത്തവർക്ക് ഈ സ്കീമിൽ വീട് വാങ്ങണ്ട എന്നൊക്കെ പറയുകയാണ്. അങ്ങയുടെ പാർട്ടിക്കാരനാണെന്ന് തോന്നുന്നു. ഇതെന്തോ കേന്ദ്രം കൊടുക്കുന്ന ഔദാര്യമായിട്ട് കൊടുക്കുന്നത്. ഇനി ഔദാര്യമായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ തന്നെ എങ്ങനെ അങ്ങേക്ക് പറയാം ജി ലൂക്കോസ്? ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള വീട് 72,000 രൂപയാണ്. 72,000 രൂപ കേരളത്തിൽ എന്ത് വെക്കാൻ പറ്റും? നഗരമേഖലയിൽ 1.5 ലക്ഷം രൂപയാണ് വീട് വെക്കാൻ. 1.5 ലക്ഷം രൂപ കേരളത്തിൽ എന്ത് വെക്കാൻ പറ്റും? നേരത്തെ ശ്രീ കെ എൽ അനിൽകുമാർ പറഞ്ഞ ബീഹാറിലെ വീടുകൾ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. കാലിത്തൊഴുത്തിനൊക്കെ കഷ്ടമാണ്. അവിടെ മനുഷ്യന്മാരെങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് അങ്ങേയറ്റ വേദന തോന്നും. കേരളത്തിൽ മനുഷ്യന്മാർ അങ്ങനെ ജീവിക്കുന്നില്ല അല്ലേ? എന്നിട്ട് അത്രയും തന്നിട്ട് അതുപോലും മുഴുവൻ കൊടുക്കാതെ ഈ പറയുന്ന ഈ ലോഗോ വെക്കണമെന്ന് അല്പത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ പേരിൽ കേരളത്തിൽ രാഷ്ട്രീയം കഷ്ടപ്പെടുക. എന്തൊരവസ്ഥയാണ് ശ്രീ റജി ലൂക്കോസ്? വാസ്തവത്തിൽ ആഷ്മിയുടെ അവസ്ഥയോടൊന്ന് സങ്കടം തോന്നുന്നു. ആഷ്മി കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലൊരു സംസ്ഥാനമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള ഏത് സ്കീമിനും അതിൻ്റെ ലോഗോ വെക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? നിങ്ങൾ ഈ കേരളത്തിൽ എവിടെ പോയാലും ഇന്ന MLA പേരിലുള്ള വെയിറ്റിംഗ് ഷെഡ്, അവിടെ കയറിയിരിക്കുന്ന പശുക്കളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങളാണോ, തെരുവ് നായ്ക്കളാണോ? അത് കേരളത്തിലെ ജനങ്ങളല്ലേ. ഇയാളുടെ സൗകര്യാർത്ഥം ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെയിറ്റിംഗ് ഷെഡല്ല ഞങ്ങളുടെ അഭിമാനബോധത്തെ ബാധിക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളുകൾ ആ വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരിക്കാനുണ്ടാവും. നിങ്ങൾ കേരളത്തിലെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇന്ന MPയുടെ അല്ലെങ്കിൽ ഇന്ന MLA പേരിലുള്ള വാർഡ് അല്ല അതിനുള്ള സൗകര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പേര് കുത്തിവെച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദ്യം ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇനി അത് നിങ്ങളുടെ വേറെ കാര്യം പറയാം. പ്രൈം മിനിസ്റ്ററുടെ പേര്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരവിടെ കുത്തിവെക്കണം നിങ്ങൾ ആരാ പറഞ്ഞത്? ഇവിടെ ഷാഫി ചാലിയും പറഞ്ഞത് വളരെ 100% കറക്റ്റാണ്. അതായത്
ഇവിടെ കേരളത്തിൽ ഏതാണ്ട് 120ഓളം പദ്ധതികളുള്ളതിൽ ഏതാണ്ട് 10-20 പദ്ധതികൾ മാത്രമേ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളൂ. വയോജന പദ്ധതികളൊന്നും കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. ഈ പദ്ധതികളിൽ പിന്നെ പ്രൈം മിനിസ്റ്ററുടെ ലോഗോ പതിപ്പിച്ചിരിക്കുന്ന എത്ര പദ്ധതികളുണ്ട്? എന്നാൽ ഞാനും നിങ്ങളോടൊരു കാര്യം പറയാം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരിൽ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പേരിൽ എത്രയോ വീടുകളിൽ അതിൻ്റെ എംബ്ലം പതിച്ചുകൊണ്ട് ഇന്നും അവിടെ അന്തി ഉറങ്ങുന്നുണ്ട് ജനങ്ങൾ. ലൈഫ് മിഷൻ അല്ല, നമ്മുടെ വിഴിഞ്ഞത്തുണ്ടായ പിന്നെ ഓക്കിയുടെ പേരിൽ പണിതുകൊണ്ടിരിക്കുന്ന ഫ്ളാറ്റുകളിൽ താഴെ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? നിങ്ങളൊന്ന് നോക്കിയേ. അപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ? നിങ്ങൾ എന്ത് വാദഗതിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നടപ്പാക്കാനായിട്ട് സ്വാഭാവികമായിട്ട് ആ പേര് വെക്കുന്നതിന് എന്താ തെറ്റിരിക്കുന്നത്? അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ, നിങ്ങളെല്ലാം വലിയ പരിഷ്കൃത രാജ്യമായിട്ട് പറയുന്ന സ്ഥലമാണല്ലോ. ജനാധിപത്യത്തിന്റെ അവസാനത്തെ വാക്കുകളായ 2 രാജ്യങ്ങൾ, ഒന്ന് ഇന്ത്യയും ഒന്ന് അമേരിക്കയാണെന്ന് പറയുന്നു. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ബറാക് ഒബാമയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി വന്നു, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ഇന്നും അവിടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്ന് അമേരിക്കക്കാരിൽ തെരുവിലിറങ്ങിയോ? അങ്ങ് പറഞ്ഞ അമേരിക്കയിലോട്ട് ലണ്ടനിലോട്ടും കയറി പോലെ ഇവിടെ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ വെയിറ്റിംഗ് ഷെഡ്, അല്ലെങ്കിൽ MP-യുടെ ആസ്തി വികസന ഫണ്ടിൽ ആശുപത്രി എന്ന് പറയുന്നത് പോലെയാണോ ഒരാൾക്ക് കൊടുക്കുന്ന അവൻ കിടക്കാൻ പോകുന്ന അവൻ അഭിമാനമായ കിടപ്പാടം? റെജി ലൂക്കോസ്, ഇനി ആ വാദം ശരിയാണെന്ന് വെക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു വീട് വെക്കാൻ പണം കൊടുത്തിട്ട് അത് പ്രധാനമന്ത്രി പേരിലാക്ക്. ഇത് റെജി ലൂക്കോസ്, ഇവിടെ ഒരു വീടിന് നമ്മൾ കൊടുക്കുന്ന തുക തന്നെ 4 ലക്ഷമാണ്. അതിൽ തന്നെ 72,000 രൂപ കൊടുത്തിട്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ പേര് വെക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു അല്പത്തരമാണ് റെജി ലൂക്കോസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 5 ലക്ഷം കൊടു എന്നിട്ട് വെക്കാൻ പറ. അതല്ലേ മര്യാദ? അല്ല ആഷ്മി, ആ വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അല്പത്തരത്തൊക്കെ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിൽ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റിലേക്കും ഒരു വിഹിതം മറ്റു കാര്യങ്ങൾക്ക് ഒരു വിഹിതമാണ്. അതിനെ നിങ്ങൾ അല്പത്തരം എന്ന് പറയുന്ന കേരളം എന്ന് പറയുന്നത് അതൊരു വിഹിതമാണ്. കേരളം എന്ന് പറയുന്നത് ലൈഫ് മിഷനിൽ നമ്മൾ ചെലവാക്കിയത് 21,300 കോടി. അതിൽ 19,000 കോടി നമ്മൾ ചെലവാക്കി. കേന്ദ്രം നിന്ന് എത്ര? 2,000 കോടി. എത്ര ശതമാനമാ? എന്നിട്ട് ഈ വീടി കൊണ്ട് കേന്ദ്രത്തിന്റെ ബ്രാൻഡിൽ വെക്കണം എന്ന് പറഞ്ഞ് എവിടുത്തെ ന്യായവാസ റെജി ലൂക്കോസ്? അത് തന്നെയാണ് അതിൻ്റെ. ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ കയറി ഇടപെടുമല്ലോ. ബാക്കി 2 പേർക്ക് നിങ്ങൾ തടസ്സം നിന്നില്ലല്ലോ. നിങ്ങൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് സർഗതല ആ പദ്ധതികളുടെ പേര് വെക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, PM ശ്രീ പദ്ധതി ഇവിടെ ആരോടെ സൂചിപ്പിച്ചില്ല. PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി എന്താ? PM ശ്രീ പദ്ധതി പോയി ആ വിദ്യാഭ്യാസ വകുപ്പിനെയോ മന്ത്രിസഭയോ അറിയിക്കാതെ കണ്ട് പിന്നെ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു രാജ്യസഭാ മെമ്പറെ ഇടനിലയാക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വസുകി ഡൽഹിയിൽ രാഖിരാമാൻ ഇറങ്ങി ഒപ്പിട്ട് കൊടുത്തതിന് നടപ്പാക്കാനല്ലെന്ന് അവർ പറഞ്ഞത്. നടപ്പാക്കാനല്ല പിന്നെ ഒപ്പിടായിരുന്നാ പോരായിരുന്നോ? ഇതുപോലെ വിചിത്ര വാദങ്ങൾ പറയുന്ന ഒരു പ്രസ്ഥാനവും കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞത്. ശരി, കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് വെക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വീട് വെക്കാൻ മിനിമം 5 ലക്ഷം രൂപ കേന്ദ്രം കൊടുക്ക്. എന്നിട്ട് പറ ഇത് കേന്ദ്രം പണിഞ്ഞ വീടാണെന്ന് പറ. അതല്ലേ ഒരു അന്തസ്? ഇത് വീട് വെക്കുന്നതിന്റെ 1% കൊടുത്തിട്ട് ഇത് കേന്ദ്രത്തിന്റെ വീടാണെന്ന് ഫണ്ട് വെക്കണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാ റെജി ലൂക്കോസ്? അങ്ങൊന്ന് ആലോചിക്കൂ. അങ്ങ് പറയുന്ന വാദങ്ങളുടെ പൊള്ളത്തരം. അല്ല ഞാൻ ആലോചിക്കുന്നത്, അല്ല എന്റെ വാക്കിനെ പൊള്ളത്തരുന്ന ഹാഷ്മി പറയുന്നത് മഹാവിഡ്ഢിത്തരാ. കാരണം എന്താ അറിയോ? 5 ലക്ഷം രൂപ കൊടുക്കുക കേന്ദ്ര സർക്കാരിന് വീട് പണിയാണെന്നുണ്ടെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി പറഞ്ഞു കൊട്ടിക്കൊഴിച്ചെന്തിനാ സംസ്ഥാന സർക്കാർ ഈ 5 ലക്ഷം വീടുകൾ കൊടുത്തെന്ന് പറയുന്നത്? കേന്ദ്ര സർക്കാർ സ്വന്തം പണിത് കൊടുത്താൽ പറയായിരുന്നോ? അവിടെ സംസ്ഥാനം എഴുതി വെക്കുന്നില്ലല്ലോ. സംസ്ഥാനത്തിന് പിണറായിയുടെ എഴുതി വെക്കുന്നുണ്ടോ? ഈ അല്ല അവിടെ കൊണ്ട് സംസ്ഥാനം എഴുതി വെക്കുന്നുണ്ടോ? വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇത് സംസ്ഥാനം നിങ്ങൾക്ക് നൽകിയ വീട് എന്ന് എഴുതി വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ വെക്കാത്ത നമ്മൾ ഈ സംസ്ഥാന അന്തസ്സോടെ ജീവിക്കുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ ശതമാനം കൊടുത്തിട്ട് പറയുകയാണ് ഇവർക്ക് എന്താണ് ഈ കേന്ദ്ര ബ്രാൻഡിങ് ഒട്ടിക്കണം എന്ന് പറയുക. അത് അന്തസ്സുള്ള പണിയാണോ? അല്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. കേരളത്തിലോടുന്ന റെയിൽവേ കേന്ദ്രത്തിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള പല പദ്ധതികളും കേരളത്തിൽ ഓടുന്നുണ്ട്. കേരളത്തിന്റെ ഏതെങ്കിലും ഷെയർ മേടിച്ചിട്ടുള്ളതാണോ? ആണോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിൽ നൽകുന്ന പദ്ധതി വിഹിതം അനുസരിച്ച് വരുമ്പോൾ എന്റെ പൊന്നു റെജി ലൂക്കോസേ, കേരളത്തിൽ നിന്നും ഇവിടെ നികുതി പിരിച്ചോണ്ട് പോകുന്നുണ്ട്. ഇത് കേന്ദ്രം അല്ലെങ്കിൽ അങ്ങയുടെ പാർട്ടി ആസ്ഥാനത്ത് നിന്നും കേരളത്തിന് ഔദാര്യമായി തരുന്ന ഭിക്ഷാപണമല്ല. ഇത് കേരളത്തിൽ നിന്നും ഇപ്പൊ GST അടക്കം നികുതി പിരിച്ചോണ്ട് പോകുന്നുണ്ട്. അതിന്റെ വിഹിതം നമുക്ക് അതിനകത്ത് കിട്ടുന്നില്ല. നമ്മൾ അവകാശമാണ് എന്ന് അങ്ങ് ചോദിക്കുകയാണ്. വല്ല കൊടുക്കുന്നുണ്ട്. കേരളം കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് ഇഷ്ടം പോലെ. കിട്ടുന്നില്ലെന്ന് നിങ്ങളുടെ ആരാ പറഞ്ഞത്? ഞാൻ കണക്ക് പറയാമല്ലോ. നിങ്ങൾ എന്നെ കൂടെ പറയിപ്പിക്കുവോ? അല്ല റെജി ലൂക്കോസ് ചോദിക്കുകയാണ് കേരളം കൊടുത്തു ചോദിക്കുകയാണ്. അത് വിട്. അതിലോട്ട് പോലെ വഴിമാറി പോലെ താങ്കൾ ചോദിക്കണം കേരളം കൊടുത്തു. കേരളം കൊടുത്തു. നിങ്ങളുടെ റെജി ലൂക്കോസ് താങ്കൾ ചോദിക്കുകയാണ് കേരളം കൊടുത്തോ? കേരളം കൊടുത്തു. കേരളം കൊടുക്കുന്നുണ്ട്.
ആ വിഹിതം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ചെയ്ത കുറ്റം എന്താണ്? ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കണമെന്ന് പറഞ്ഞ് നമ്മൾ നടപ്പാക്കി, ബാക്കി സംസ്ഥാനം നടപ്പാക്കിയില്ല, അതിന് ശിക്ഷ നമ്മൾ അനുഭവിക്കുന്നു. സുഹൃത്തെ, നിങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ബി ജെ പിയുടെ പ്രതിനിധിയല്ലേ, എനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ബി ജെ പിയുടെ പ്രതിനിധിയെ മറ്റുള്ളവർ കൊടുക്കുന്ന പരിഗണന 10% വരാണ്ട് നിങ്ങൾ ഇരുത്തി ഇൻസൾട്ട് ചെയ്യുവാണോ? എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. ഞാനും ഇത് പഠിച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിച്ചച്ചട്ടിയാണെന്നോ കേരളമോ? 2 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് കൊടുത്ത കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം. നിങ്ങൾക്കറിയാം 2025-26 വർഷം, 2024-25 വർഷം അത് നിരവധി പദ്ധതികളുടെ വിഹിതമാണ് കൊടുത്തത്. നികുതിയുടെ വിഹിതം കൊടുക്കുന്നില്ലെന്ന് നിങ്ങളുടെ ആരാ പറഞ്ഞത്? അത് ഈ 10 വർഷം ഭരിച്ച കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ വായ്ത്താരി അടിച്ചുകൊണ്ട് കേന്ദ്രത്തിന് പണം വാങ്ങിച്ചുകൊണ്ട് ഈ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. അത് പാടില്ല എന്ന് പറഞ്ഞ ജനമല്ലേ അവരെ പുറത്താക്കിയത്. 1186 രൂപ കിട്ടും. അല്ല ഉണ്ടായിരുന്നു. അത് തെറ്റാന്ന് ബോധ്യം വേണ്ടല്ലോ. തിരിച്ചു വന്നു, ഞാൻ ശരിയായ വാതിലൂടെ വന്നേ. ഇവരോട് ഇരിക്കുന്ന എത്ര പേരുടെ പേര് ഞാൻ പറയാം. അപ്പൊ അതിലേക്കൊന്നും കിടക്കണം. അത് രാഷ്ട്രീയമല്ല. ഇത് കൃത്യമായ രീതിയിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ വേട്ടയാടാൻ ലോജിക്കില്ലാതെ കണക്കില്ലാതെ പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയേണ്ടത്. ഞങ്ങളിതോട് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. PMC പദ്ധതിയിൽ ഉൾപ്പെട്ടപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ദേശാഭിമാനിയുടെ ലേഖനം നിങ്ങൾ വായിച്ചു കാണുമല്ലോ. അതിന് 2 ദിവസം എന്താ പറഞ്ഞത്? ഞാനും ഇതിനൊപ്പമാണ്. 1186 രൂപ കിട്ടണം, അത് വേണോന്നാ ചോദിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ ന്യായമുണ്ടെന്ന് അങ്ങും പറയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ നിർമ്മിക്കുന്ന ഒരു വീടിന് കേന്ദ്ര സർക്കാർ 5 ലക്ഷം രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ 4 ലക്ഷം കൊടുക്കുന്നു, എന്നിട്ട് കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് വെക്ക് എന്ന് പറഞ്ഞാലെങ്കിൽ ഒരു പരിധിവരെ മനസ്സിലാക്കാം. അതുപോലെ നമുക്ക് കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലും ഇല്ലാതെ സംസ്ഥാനം 90% ചെലവാക്കുക, അതിന്റെ ഒരു ചെറിയ ശതമാനം കേന്ദ്രം തരിക, എന്നിട്ട് അത് കേന്ദ്രത്തിന്റെ ഫണ്ടിങ് അവിടെ ബ്രാൻഡിംഗ് വെക്കുക. ശരിയാണോ? ശ്രീ ഷാഫി ചാലിം, ഇവിടെ ഇന്നിപ്പോ KM ഷാജി പറയുകയാണ്, എന്താണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലെ കഴിയില്ല ഭരണപക്ഷത്തിരിക്കുമ്പോൾ. ശരിയാണ്, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നടക്കില്ല, പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം അടിസ്ഥാന രാഷ്ട്രീയം ബലികഴിക്കുക, അടിസ്ഥാന രാഷ്ട്രീയം മറക്കുക എന്നതല്ലല്ലോ. ഇപ്പോൾ PMCയിലാവട്ടെ, കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാവട്ടെ, കേന്ദ്രത്തിന്റെ ഈ സംസ്ഥാനങ്ങളോടുള്ള നയത്തിന്റെ കാര്യത്തിലാവട്ടെ, കോൺഗ്രസിനും ലീഗിനും UDF-നും ഒക്കെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് ഉണ്ടായിരുന്നു. ആ നിലപാട് നിങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം പറഞ്ഞവരാണ്. ആ രാഷ്ട്രീയ മറവിക്ക് ഏതോ പണ്ടൊപ്പിട്ട MOUവും ഇപ്പോൾ കൊണ്ടുവരുന്ന സർക്കുലറും വെച്ച് ന്യായീകരിക്കാൻ നോക്കിയാൽ അത് കൂടുതൽ പരിഹാസ്യമാക്കുകയല്ലേ ഉള്ളൂ. ആളുകൾ അയ്യാഹാരമല്ലേ കഴിക്കുന്നത്? ശ്രീ ഷാഫി, അല്ല, നമ്മുടെ സഹ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ ഇവിടെ കുറേ കാര്യങ്ങൾ എൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ച് പറയുണ്ടായി. എനിക്ക് ആദ്യം അതിന് ഒരു മറുപടി കൊടുക്കണം, എന്നിട്ട് ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് വരാം. എൻ്റെ കയ്യിലുള്ളത് നിയമസഭാ രേഖയാണ്. ശ്രീ TJ വിനോദിൻ്റെ ചോദ്യമാണ്. 24 മാർച്ച് മാസം 24, 2025 ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് കൊടുത്ത ഉത്തരം. ഇത് ഞാൻ അഷ്മിക്ക് അയച്ചു തന്നിട്ട് അഷ്മി വായിക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് ഉറപ്പാണ്. ഇതിൽ വളരെ കൃത്യമായി ഇദ്ദേഹം ഇവിടെ പറഞ്ഞു, കേന്ദ്ര വിഹിതം ഞാൻ പറഞ്ഞു 75% കേന്ദ്രവും 25% സ്റ്റേറ്റും. ഇത് ഞാൻ സ്വയം അനുമാനിച്ച് പറഞ്ഞതല്ല. MB രാജേഷിനോട് ഇയാളുടെ ചോദ്യത്തിന്, പിന്നെ വിനോദിൻ്റെ ചോദ്യത്തിന് MB രാജേഷ് കൊടുത്ത ഉത്തരത്തിൽ കൃത്യമായി പറയുന്നു. ഞാനത് വായിക്കാം, അതൊന്ന് ആദ്യം അറിയണം. അതായത് ഇതാ മാർഗരേഖ ഖണ്ഡിക 8.1 പ്രകാരം യൂണിറ്റ് കോസ്റ്റ് 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര വിഹിതത്തിൽ വർധനവ് വരുത്തിയിട്ടില്ല. നിലവിലുള്ള PMAY അർബൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം 1.5 ലക്ഷം രൂപയും ബ്രാക്കറ്റിൽ 75%. സംസ്ഥാന സർക്കാർ വിഹിതം 50,000 രൂപ ബ്രാക്കറ്റിൽ 25% രൂപയുമാണ്. മനസ്സിലായല്ലോ? ഞാനാണോ 2 ലക്ഷം രൂപയോ പറഞ്ഞതാണോ ശരി? അദ്ദേഹം പറഞ്ഞു 60-40. അവര് 60-40. ഞാനൊന്ന് പറയട്ടെ, എന്റെ ചോദ്യം അതൊന്നുമല്ല. കേന്ദ്ര വിഹിതം 75%-വും 25% സ്റ്റേറ്റ് അല്ലേ? അനിൽകുമാറാണോ സംസാരിക്കുന്നത്? ഞാൻ വരാം, കൂടി പറയാനുണ്ട്. ഒരുമിച്ച് വരാം. ആയിക്കോട്ടെ, അനിൽകുമാറിന് അവസരം തരാം. ഞാനതൊന്നും പറഞ്ഞു തീരട്ടെ. അതെ, അത് നിങ്ങൾ അവസരത്തിൽ പറയൂ. നിങ്ങൾ അവസരം ഉണ്ടല്ലോ, നിങ്ങൾ അവസരം. എന്റേത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരാം. അപ്പോ 75%
കേന്ദ്രവും 25% സ്റ്റേറ്റും എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വിവരക്കേടായി അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു. MP രാജേഷ് നിയമസഭയിൽ വിനോദിന് കൊടുത്ത രേഖയിൽ പറഞ്ഞു 75% കേന്ദ്രമാണ്, 25. അപ്പം MP രാജേഷ് ഞാനും ഒക്കെ ഒരേ വാദത്തിലാണ്. അനിൽകുമാറിൻ്റെ വാദമാണ് വേറെ. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇവിടെ പിന്നെ 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 അശ്മിയാണ് ചോദിച്ചത്, അനിൽകുമാറല്ല. ഇവിടെ ഈ ലൈഫ് മിഷൻ ഉണ്ടാക്കിയത് നിങ്ങളാണ്, പക്ഷേ ഞങ്ങൾ ലോഗോ കൊണ്ടുവച്ചോ? ഒരു ചോദ്യമാണ്. ശരിയാണ്, നിങ്ങൾ ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും നമ്മളൊക്കെ വളരെ മാന്യരാണെന്നേ ഈ കാര്യത്തിൽ. ഈ BJP-ക്കാരെ പോലെ തള്ളിപ്പൊളി അടയാളങ്ങൾ കൊണ്ടുവെക്കുന്ന പതിവ് നമുക്ക് ഇരുകൂട്ടർക്കും ഇല്ല. ഇത് ഈ ലോഗോ കൊണ്ടുവെക്കുന്നതിനൊക്കെ നമ്മൾ എതിരാണ്. പക്ഷേ വലിയൊരു വിഭാഗത്തിന് കിട്ടേണ്ട ഫണ്ട് ഈ ഒരു ലോഗോവിൻ്റെ പേരിൽ മാത്രം നമ്മൾ ബഹിഷ്കരിക്കണമോ അതൊരു മതിയായ കാരണമാണോ എന്നത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. കാരണം എന്താ, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് സ്റ്റേറ്റിന്, ഈ കേരളത്തിലെ മതേതര മനുഷ്യർ കൂടുതലുള്ളൊരു നാടായതുകൊണ്ട് BJP-ക്ക് ഇതൊരു വിദ്വേഷ നാടാണ്, തകർക്കേണ്ട നാടാണ് ഈ കേരളം. അതിന് പലതും അവർ ചെയ്തു. ആയിരക്കണക്കിന് കോടി രൂപ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അനിൽകുമാർ പറഞ്ഞത് എന്താ, ഗവർണർ പിന്നെ സർവകലാശാലയിൽ ആളുകളെ എപ്പം തുടങ്ങിയത് കുത്തിക്കയറ്റൽ? ഏത് കാലം തൊട്ട് തുടങ്ങിയതാ? യൂണിവേഴ്സിറ്റിയിൽ ഓരി വെച്ചെടുക്കല്ലേ? ശ്രീ M-ന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തി. എത്ര നിങ്ങൾ എടുത്തു? ഹെൽത്ത് യൂണിവേഴ്സിറ്റിൻ്റെ VC-നെ അങ്ങോട്ട് കൊണ്ട് ഗിഫ്റ്റായി കൊടുത്തതല്ലേ? എന്നെ കൊണ്ടത് എണ്ണിക്കണോ? വെറുതെ മാന്തണ്ട, മാന്തിയാലേ അത് വഷളാകും. ഇപ്പം തന്നെ ഏറ്റവും പ്രമാദമായ ഒരു കാര്യം എല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം പച്ചക്കൊരു കാര്യം പറഞ്ഞു, ഞാൻ കേന്ദ്ര നോമിനിയായിട്ടാണ് ഇവിടെ വരുന്നത്, ഞാനൊരു BJP-ക്കാരനാണ്, എൻ്റെ പാർട്ടിയെ സഹായിക്കാൻ ഈ ഗവർണർ പദവി ഉപയോഗിച്ച് എന്താ ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റാം. ഒരു വെല്ലുവിളിയായിരുന്നു സ്റ്റേറ്റിനോടുള്ള. ഞങ്ങളെ നേതാക്കൾ UDF ഒന്നിച്ച് പറഞ്ഞു, ചാൻസലറെ മാറ്റാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വരിക, പ്രതിപക്ഷം ഒന്നാകെ പിന്തുണക്കും. തയ്യാറായ മാറ്റാൻ ഒരു അവസരം, സുവർണാവസരം വന്നപ്പോൾ പ്രതിപക്ഷം നിർലോഭം അതിനെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞിട്ടും തയ്യാറായില്ല പിണറായി ഗവൺമെൻറ്. അത് മനസ്സിലാക്കണം. ഈ മാലിന്യങ്ങളെ എടുത്ത് എറിയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു, സമ്മതിച്ചില്ല. എന്നാൽ തമിഴ്നാട് എന്ത് ചെയ്തു? ചാൻസലർ സ്ഥാനത്ത് നിന്ന് നിയമം പാസാക്കി, ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി. തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ കയറി കളിക്കാൻ തമിഴ്നാട്ടിലെ ഗവർണർക്ക് കഴിയില്ല, നമുക്ക് അതിന് അവസരം ഉണ്ടായിരുന്നു. എപ്പോഴാണ് വന്നത്? ഈ പോണ പോക്കിൽ ചെയ്തതാ. ഈ സർക്കാർ ചെയ്യോ ഇത്? ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ സർവകലാശാല ഭേദഗതിക്കെതിരെ സുപ്രീം കോടതി വരെ പോരാടി പോയ സർക്കാർ. MG-യിൽ ഡോക്ടർ മാകൂത്ത് 18 പേരെ സംഘബന്ധമുള്ളവരെ കുത്തുകയറ്റാൻ നോക്കുന്നു. മോഹൻ ഭഗവത് പങ്കെടുത്ത പരിപാടിയിൽ 3 പ്രധാനപ്പെട്ട VC-മാർ പോയി പങ്കെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ ഡോക്ടർ സജിത റാണി അധ്യാപക പരിഷത്ത് നേതാവാണ്, അവർ അവിടെ നിയമിക്കുന്നു കാർഷിക സർവകലാശാലയിൽ. ഈ പറഞ്ഞ അജണ്ടകളുടെ ഒരു ക്രോസ് ഓവറാണ് കഴിഞ്ഞ ഒരു മാസം. അപ്പോൾ ഈ താങ്കൾ പറഞ്ഞ ആ തീരുമാനം ഈ സർക്കാർ എടുക്കുമോ? ഒരു മിനിറ്റ്, സർക്കാരാണോ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്? ചാൻസലർ നിയമിച്ച ആളുകളെ ചാൻസലർ കോൾ ഫോർ ചെയ്താൽ പോണ്ടി വരും. അതിന് ഞങ്ങളെന്ത് ചെയ്യും? ഈ ഗവർണറുമായി ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർക്ക് ഇഷ്ടംപോലെ സംഖ്യകളെ നിയമിക്കാനുള്ള എല്ലാ അവസരവും കൊടുത്തതാരാ? ഈ 10 വർഷക്കാലം ഇവരാണ്. പെട്ടെന്ന് ഒരു മാസം പ്രായമായ സതീശനോട് വന്നിട്ട് ഇന്നാൾ യോഗത്തിന് പോയില്ലേ, ഇന്നാൾ ഗവർണർ പോയില്ലേ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരവ് നൽകാൻ കഴിയുക? സിസ്റ്റം ആകെ മാറിയിട്ടുണ്ട്. ഗവർണർ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ നേരിടാം? ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിരുന്നു. സാങ്കേതികതയും നിസ്സഹായതയും പറഞ്ഞ് മിണ്ടാതെ പതുങ്ങിയിരിക്കുന്നതല്ല രാഷ്ട്രീയം നിലപാടെന്ന് അറിയാത്ത ആളല്ലങ്ങ്. ഈ സാങ്കേതികതയും ഈ MOU-വും ഈ പറയുന്ന എന്താണ് സർക്കുലറും ഈ പറയുന്ന കാര്യങ്ങളും പറഞ്ഞ് ഒതുങ്ങി പതുങ്ങി മിണ്ടാതിരിക്കേണ്ടതല്ല നിലപാട്. രാഷ്ട്രീയം എന്ന് അങ്ങേക്ക് അറിയാത്തതല്ല ഷാഫി, അങ്ങേക്ക് അറിയാത്തതല്ല. അങ്ങ് വളരെ മനോഹരമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. പിന്നെ ഇവർ ഈടിക്കെതിരെ അല്ല ഒരു മിനിറ്റ് അല്ല ഞാൻ പറയട്ടെ, അല്ലാതെ ഇവർ ചെയ്യുന്ന പൊട്ടത്തരം ചെയ്യണോ? ഈ ഈടിൻ്റെ നേരെ മാർച്ചടിച്ച് കല്ലെടുത്ത് എറിയാ, ചീഞ്ഞ മുട്ട വിളിച്ചെറിയാ, അതേപോലെ ഗവർണർ ഭവൻ പോയി ഞങ്ങൾ ലീഗും കോൺഗ്രസും ചെയ്യണം എന്നാണോ അശ്വി പറഞ്ഞത്? അതിന് വേറെ ആളെ നോക്കേണ്ടി വരും. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വരും നാളുകളിൽ നിങ്ങൾക്ക് കാണും. എനിക്ക് അനിൽകുമാർ പറഞ്ഞിട്ട് പോയ കുറേ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ട്. നിങ്ങളിങ്ങനെ ഇടയിൽ ഇടപെട്ടാൽ വലിയ പ്രയാസമാണ്. ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നിവിടെ പറഞ്ഞു. ശരിയാണ്, ലൈഫ് മിഷൻ പദ്ധതി വന്നപ്പോൾ എന്തോ ഒന്നും ഇല്ലാതായിട്ടുണ്ട്. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേരുമാറ്റലാണ്. നേരത്തെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നഗരസഭയിലും കൊടുത്തിരുന്ന ഭവന ഫണ്ടുകൾ അവിടേക്ക് സർക്കാർ ഒരു വീതം അങ്ങോട്ടേക്ക് കൊടുക്കലാണ്.
എന്നിട്ട് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തിയും നഗരസഭയുടെ ഫണ്ടും കൂട്ടിയിട്ടാണ് ആളുകൾക്ക് വീട് കൊടുത്തത്, ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. ആ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്ക് ഓരോ വർഷവും 1 ലക്ഷത്തിലേക്ക് 5 ലക്ഷത്തോളം മനുഷ്യന്മാർക്ക് വീട് കൊടുത്തു. ഇവർ വന്നിട്ട് എന്ത് ചെയ്തു? ലൈഫ് മിഷൻ എന്ന പേരിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കി. ഇനി പഞ്ചായത്തും കൊടുക്കണ്ട, നഗരസഭ കൊടുക്കണ്ട, മുനിസിപ്പാലിറ്റി കൊടുക്കണ്ട, സർക്കാരിൻ്റെ വിഹിതം നിങ്ങൾക്ക് തരൂല്ല, നിങ്ങളെ വിഹിതം ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തുനിന്നും കൈയിട്ട് വാരി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് എത്ര കൊടുത്തു നിങ്ങൾ? ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി 5,70,000 വീട് കൊടുത്തപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി വഴി ഇവർ കൊടുത്തത് എത്രയാണ്? 4-ൽ താഴെ. അത് എത്ര കൊല്ലം കൊണ്ട്? 10 കൊല്ലം കൊണ്ട്. അതാങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇവിടെ കേന്ദ്ര ഞാൻ ഇപ്പോൾ വായിച്ച സർക്കുലറിൽ എന്താണുള്ളത്? 2005 ഈ മറുപടി ആര് കൊടുക്കുന്നത്? MP രാജേഷ് കൊടുക്കുന്നത്. അതിൽ എന്താണുള്ളത്? ഈ പദ്ധതിയിൽ എന്തുകൊണ്ട് നേരത്തെ 2022-23 കാലത്തിൽ ലോഗോ വെച്ചോളാം എന്ന് പറഞ്ഞ് അവരെ ഫണ്ട് ഇത് ചെറുതാണെന്നൊന്നും പറഞ്ഞില്ല. കാരണം നമ്മളെ നാട്ടിലെ ഒരു കാര്യം പറയാം, നമ്മൾ ദൂരെ നിന്ന് പോട്ടെ. അഷ്മി പത്തനംതിട്ടക്കാരനല്ലേ? നേരെ ഉണ്ട് അതിർത്തി ഗ്രാമമായ തമിഴ്നാട്ടിൽ പോയി നോക്ക്. വെറും കേവലം 5 രൂപയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. എന്നാൽ നമ്മളെ നഗരത്തിൽ ഒരു 100 ഉറുപ്പിക ഇല്ലാതെ പൈസ വെക്കാൻ കഴിയില്ല. ഇതൊരു വലിയൊരു അന്തര. വീട് നിർമ്മാണ കാര്യത്തിലെ ദേശീയ തലത്തിൽ ഒരു ഗവൺമെൻറ്റിന് കേരളത്തിൻ്റെ ഒരു നിലവാരം ത്തിലേക്ക് മറ്റു സ്റ്റേറ്റ് അവർക്ക് അത്രേ കഴിയുള്ളൂ. അത് നല്ലതാണെന്നല്ല പറയാം. ഓരോ സ്റ്റേറ്റിൻ്റെയും സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പാക്കേജ് ആകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഞാൻ പറഞ്ഞു ബീഹാറിലെ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ പരമദയനീയമാണ്. വെച്ച വീടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല വീടുകളിൽ. അത് കേരളം മുന്നോട്ട് നയിച്ച കുറെ അധികം വികസനങ്ങളുടെ പുരോഗതിയുടെ ഒരു മനോഗതിയാണല്ലോ അത്. കംപ്ലീറ്റ് ചെയ്യട്ടെ അഷ്മി, ഞാനൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം, വളരെ പെട്ടെന്ന്. അതായത് ഈ ഫണ്ട് കൂട്ടു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാഹചര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കേരളത്തിൽ തന്നെ നമ്മളിപ്പോൾ 4 ലക്ഷം വെച്ച് 4 ലക്ഷത്തിന് വീടുണ്ടാക്കാൻ കഴിയുമോ? നമ്മൾ വയനാട് കണ്ടില്ലേ? ഊരാളുങ്കൽ നമുക്ക് എന്ന കൊട്ടേഷൻ കണ്ടില്ലേ? ആ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും ഇതുകൊണ്ട് വീടുണ്ടാക്കിക്കൊള്ളണം എന്നതാണ് അത്. അപ്പോൾ അതാണ് കേന്ദ്ര മിഷൻ. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ഇവരിതിന് പേര് ഒന്ന് ലൈഫ് മിഷൻ എന്ന് മാറ്റി 2025 ഇവരുടെ പ്രൈം മിനിസ്റ്റർ നമ്മൾ ഒരുപാട് നമ്മുടെ അവസാനം സമയമില്ലാതുകൊണ്ടാണ്. കെ എൽ കുമാർ ശതമാനത്തിന് ഞാൻ കണക്കി കുറച്ച് പിന്നോട്ടാണ്, അതുകൊണ്ട് ഈ ശതമാനത്തിന് കണക്ക് അങ്ങനെ പിടികിട്ടുന്നില്ല. ഷാഫി ചാലിയും എനിക്കത് അയച്ചത് കിട്ടിയിട്ടില്ല. എനിക്കത് സുരേഷിന്റെ പഴയ നമ്പറിലായിരിക്കും. അന്ന് ഞാൻ മാതൃകയുള്ള നമ്പറാണ് ഷാഫിക്ക്. എനിക്ക് ഞാൻ ഇപ്പോൾ വിളിക്കുന്ന നമ്പർ അയച്ചു തരാം. കെ എൽ കുമാർ ശതമാന കണക്കെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലാക്കൽ PMA പ്രകാരം ഗ്രാമത്തിലെ വീടുകൾക്ക് എത്രയാണ്? 72,000 രൂപയും 1.5 ലക്ഷം രൂപയും. അതിനപ്പുറം ശതമാന കണക്കുണ്ടോ? കൂടുതൽ തരുന്ന കേന്ദ്രമാണോ? ഞാൻ പറയാം, കണക്ക് പറയാം എളുപ്പ. 2015 ഒരു വീട് വെക്കാൻ നഗരത്തിൽ 2 ലക്ഷം രൂപ കണക്കാക്കി. 50,000 സംസ്ഥാനം കൊടുക്കണം, 1.5 കേന്ദ്രം തരും. ഇതാണ് 2015 പദ്ധതി. അതാണ് MP രാജേഷ് പറയുന്നത്. 2019 മോദി സർക്കാർ ഇന്ത്യ രാജ്യത്ത് SSK പദ്ധതി ഉൾപ്പെടെ എല്ലാ പദ്ധതിയിലും ഞാൻ പറയട്ടെ, കേന്ദ്ര വിഹിതം 60 ആയിട്ട് കുറച്ചു. 75-ൽ നിന്ന് ബാക്കി 40 സംസ്ഥാന വിഹിതം. അത് 2019 വന്ന മോദി സർക്കാരിന്റെ 2ാം സർക്കാരിന്റെ തീരുമാനമാണ്. ഞാൻ പറയട്ടെ സാർ 2015 യൂണിറ്റ് കോസ്റ്റിൽ മാറ്റം വരുത്തിയില്ലെന്നാണ് MP രാജേഷ് പറഞ്ഞത്. ദയവായി ഒന്ന് കേൾക്കൂ സാർ. ഷാഫി ചാലിയം അങ്ങ് പറയുന്നത് PMAY ആണ്. പറയട്ടെ സാർ, 2 ലക്ഷം രൂപ കേന്ദ്രം വിടുന്ന തുകയാണ്. 2 ലക്ഷത്തിന് എവിടെ വീട് വെക്കാൻ? PMAY കുറിച്ചാണ് പറയുന്നത്. 2 ലക്ഷത്തിന് എവിടെ വീട് വെക്കാൻ? 2 ലക്ഷമേ ഉള്ളൂ. 2 ലക്ഷത്തിന് ആര് എവിടെ വീട് വെക്കും? 2 ലക്ഷത്തിന്റെ 75% തരും. 1.5 ലക്ഷം രൂപ. കേരളം 4 ലക്ഷമാക്കി. പറയട്ടെ, കേരളം 4 ലക്ഷമാക്കി. 2016 LDF സർക്കാർ 4 ലക്ഷമാക്കിയാണ് കൊടുക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4 ലക്ഷം കേട്ടിട്ടില്ല. ഞാൻ പറയട്ടെ ദയവായി കേന്ദ്രം നിശ്ചയിക്കുന്ന തുക 2 ലക്ഷം ഒരു വീടിന്. കേരളത്തിൽ എവിടെ 2 ലക്ഷം വീട് വെക്കാനാ? 2025 അങ്ങ് പറയുന്നത് PMAY പറയുന്നത്, കേന്ദ്രം നിശ്ചയിച്ച 2 ലക്ഷം പറയുന്നത്. ഒരു കഥയില്ല കേരളത്തിൽ 2 ലക്ഷം കൊണ്ട്. ഞാൻ പറയട്ടെ, മോദിയെ ന്യായീകരിക്കാൻ ഇത്ര കഷ്ടപ്പെടരുത്. മന്ത്രി പറയേണ്ടത് മോദിയെ ന്യായീകരിക്കാൻ ഇത്ര കഷ്ടപ്പെടരുത്. അല്ല ഷാഫി ചാലിയം അങ്ങ് പറയുന്നത് ഏത് വർഷമാണെങ്കിലും MP രാജേഷ് പറഞ്ഞത് കേന്ദ്രം നിശ്ചയിച്ച കണക്കാണ് 2 ലക്ഷം. അതിന് കേരളത്തിലൂടെ വീട് വെക്കാനാ. അൽകുമാർ പറഞ്ഞു പൂർത്തിയാക്കും പ്ലീസ്.
ഞാൻ കേന്ദ്രത്തിനെതിരെ പറയുമ്പോൾ എന്തിനാ നിങ്ങൾ തടയുന്നത്? അതിലല്ല എന്റെ തർക്കം. അതുകൊണ്ട് എന്റെ ഞാൻ തർക്കം കേന്ദ്രത്തിനെതിരാണ് അതിലല്ല. പറഞ്ഞത്. രാജേഷ് സർക്കാർ പറഞ്ഞത് 2015 കേന്ദ്ര സർക്കാർ എല്ലാ പദ്ധതികളിലും ഞാൻ പറയട്ടെ. അതാണ് ഞാൻ എടുത്തത്. 2 ലക്ഷം. അതെ, ആയിക്കോട്ടെ. കേന്ദ്ര സർക്കാർ എല്ലാ പദ്ധതികളിലും ശരിയാണ്. കേന്ദ്ര വിഹിതം 75%, 60%മായി വെട്ടിക്കുറച്ചു. നിങ്ങൾ ദയവായി മോദിക്കെതിരെ പറയുമ്പോൾ ലീഗ് ഉണ്ടായിരിക്കും. മോദിക്കെതിരെ പറയുമ്പോൾ ദയവായി കേൾക്കൂ. ദയവായിട്ടൊന്ന് കേൾക്കൂ. MP രാജേഷിനെ ബോധ്യപ്പെടുത്തൂ, എന്നല്ല ബോധ്യപ്പെടുത്തേണ്ടത്. MP രാജേഷിനെ പോയി ബോധ്യപ്പെടുത്തിയാൽ മതി, എന്നല്ല ബോധ്യപ്പെടുത്തേണ്ടത്. 2025 ഈ മോദിയോ പറയുമ്പോൾ ഇത്രയും വിഷമിക്കരുത് മുസ്ലിം ലീഗുകാർ. 2018 UGC ചട്ടഭേദഗതി വന്നു. അത് പ്രകാരം UGCയുടെ നോമിനി ഇല്ലാത്ത ഒരു VC നിയമനവും നിലനിൽക്കില്ല എന്ന് UGC ചട്ടഭേദഗതി. അത് കോടതി വിധിച്ചു. നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? മുസ്ലിം ലീഗുകാർ അറിഞ്ഞിട്ടില്ലേ? ലീഗുകാർ അതുകൂടെ അറിയണം. ഇതെല്ലാം പിണറായി ഉണ്ടാക്കിയതല്ല. 2018 UGC ചട്ടഭേദഗതി. ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാൻ പറ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വായിച്ചു നോക്കാൻ പറ. അറബിക്കിടന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കില്ലേ? ഒന്ന് വായിച്ചു നോക്ക്. ബിജെപിയുടെ സുഹൃത്ത് പറഞ്ഞല്ലോ, എന്താ പറയുക? ബിജെപിയുടെ സുഹൃത്ത് എന്താ പറയുക? 2 ലക്ഷം കോടി രൂപ കേരളത്തിൽ തന്നു. എന്ത് കഷ്ടമാ പറയുന്നത്? എന്ത് നുണയും പറയാമോ? ഞാനൊരു കണക്ക് പറയാം. 2024-25 കേരളത്തിന് കേന്ദ്ര വിഹിതം 33,396 കോടി. ഞാൻ തെളിയിച്ചേക്കാം. ഞാൻ പിടിച്ചത് കൊണ്ട് കണക്ക്. 2025-26 കേരളത്തിന് കിട്ടിയ വിഹിതം 34,497 കോടി. ക്ഷമിക്കണം, നമ്മുടെ വിശദമായ കണക്കുകളിലേക്ക് വന്നു. ദൗർഭാഗ്യ സമയമില്ലാത്തതുകൊണ്ട് ക്ഷമിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്രം ഇപ്പോൾ അത് 15 കണക്കാണെങ്കിലും 25 കണക്കാണെങ്കിലും കേന്ദ്രം ഒരു വീട് നിശ്ചയിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. കേരളത്തിൽ എവിടെയാണ് 2 ലക്ഷം വീട് വെക്കാൻ പറ്റുക? അതിനപ്പുറം സംസ്ഥാനം കൊടുക്കുന്നുണ്ട്. അതിൽ തികയാതെ ബാക്കി പൈസ എല്ലാം കൂടെ തടുത്തു കൂട്ടിയാണ് പാവങ്ങൾ വീട് വെക്കുന്നത്. അവിടെ കൊണ്ട് ഞങ്ങളുടെ ലോഗോ വെക്കണം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ. എൻകൗണ്ടർ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.